സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. വംശീവിഭൂഷിതകരാത് നവനീരദാഭാത് പീതാംബരാദരുണബിംബഫലാധരോഷ്ടാത് പൂർണേന്ദുസുന്ദരമുഖാദരവിന്ദനേത്രാത് കൃഷ്ണാത് പരം കിമപി തത്വമഹം ന ജാനേ. കൃഷ്ണാത് പരം കിമപി തത്വമഹം ന ജാനേ. മാരൻകുളങ്ങര അമ്മയുടെ സന്നിധിയിൽ 42ാമത് അഖില ഭാരത ശ്രീമദ് ഭാഗവത സത്രത്തിൻ്റെ ധന്യമായ ഈ വേദിയിൽ ഭാഗവത ജിജ്ഞാസുക്കളായ ഭാഗവത ശ്രോതാക്കളായ എല്ലാ സജ്ജനങ്ങൾക്കും ആദരവോടെ പ്രണാമങ്ങൾ. സ്വാമിനി അമ്മയുടെ ഉദ്ധവോപദേശത്തിൻ്റെ ഏറ്റവും കാതലായ ഭാഗമാണ് കഴിഞ്ഞ കാലാംശത്തിൽ നമ്മൾ ഓരോരുത്തരും ശ്രവിച്ചത്. അങ്ങേറ്റം മനനാത്മകമായ ഒരു സാധകന്റെ മുന്നിൽ, ഒരു ആത്മജ്ഞാനിയുടെ മുന്നിൽ പ്രപഞ്ചം മുഴുവൻ ഗുരുവായി വരുന്ന ഭാരതത്തിൻ്റെ ഗുരുസങ്കല്പത്തിൻ്റെ ഒരു വലിയ സാധ്യതയാണ് നമ്മുടെ മുന്നിൽ ഉദ്ധവനിലൂടെ ഭഗവാൻ തുറന്നു വെച്ചത്. ഗുരുവിനെ അന്വേഷിക്കുന്ന ശിഷ്യന്റെ യാത്രയിൽ നിനക്ക് ഒരു പരിമിതമായ ഒരു വ്യക്തി കാല ദേശത്തു നിന്നല്ല, പ്രപഞ്ചത്തിൽ എന്തും ഒരു സാധകനെ സംബന്ധിച്ചിടത്തോളം ഗുരുവായി മാറുന്നു എന്ന ഒരു ഉന്നതമായ സങ്കല്പം നമ്മുടെ മുൻപിൽ തുറന്നു വച്ചിട്ടാണ് ശ്രീമദ് ഭാഗവതം ബദ്ധനെയും മുക്തനെയും നമുക്ക് പരിചയപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും മനനം ചെയ്യാറുള്ളത് പോലെ വിദ്വാൻമാരുടെ പരീക്ഷയാണ് വാസ്തവത്തിൽ ശ്രീമദ് ഭാഗവതം. വിദ്വാൻമാർക്ക് അത് പാണ്ഡിത്യം കൊണ്ടായാലും അനുഭവം കൊണ്ടായാലും ഭക്തി കൊണ്ടായാലും ജ്ഞാനം കൊണ്ടായാലും ഒക്കെ ഉന്നതമായ തലത്തിൽ വ്യാപരിക്കുന്നവർക്ക് ശ്രീമദ് ഭാഗവതം ഒരു പരീക്ഷയ്ക്ക് സമാനമായ ഒരു അനുഭവമാണ്. ശ്രീമദ് ഭാഗവതത്തിലൂടെ കടന്നു പോവുക എന്നത് ഒരു ഏറ്റവും അന്തിമമായ ഒരു ബിരുദം കൊടുക്കുന്നതിന് മുൻപ് നമ്മൾ ഏറ്റവും അന്തിമമായ ഒരു പരീക്ഷയിലൂടെ കടന്നു പോവില്ലേ, അതുപോലെ ജീവിതം സാർത്ഥകമാക്കുന്ന ജീവിതത്തിന്റെ പരീക്ഷയാണ്, ഒരു ലൈഫിന്റെ പരീക്ഷയാണ് വാസ്തവത്തിൽ ഭാഗവതത്തിൽ നടക്കുന്നത്. അതുകൊണ്ട് ഭാഗവതത്തിലൂടെ കടന്നു പോവുക എന്ന് പറഞ്ഞാൽ ഒരു സാധകനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലൂടെ കടന്നു പോവുക എന്നത് തന്നെയാണ്. ഭാഗവതത്തെ ചേർത്ത് വയ്ക്കാവുന്ന വാക്ക്, ഭാഗവതത്തെ തുലനം ചെയ്യാവുന്ന വാക്ക്, അത് ജീവിതം എന്ന് തന്നെയാണ്. ഭാഗവതം ഒരു സമ്പൂർണ്ണ ജീവിതമാണ്. ഭാഗവതം ഒരു സമഗ്ര ജീവിതമാണ്. ഭാഗവതം നമ്മുടെ മുന്നിൽ ഓരോ ഘട്ടങ്ങളിലൂടെ ഉപാസകനെ ക്രമമായി കഥകളിലൂടെ ആശയങ്ങളിലൂടെ ജ്ഞാനത്തിലേക്ക് ഉപനയിക്കുന്ന ഒരു ഭാഗവത ഉപനയനം എന്ന് പറയുന്ന പ്രക്രിയ ഒന്ന് വളരെ ശാന്തമായി മാറിയിരുന്ന് വീക്ഷിച്ചാൽ ഈ ഗംഭീരങ്ങളായ കഥകൾക്കൊക്കെ അപ്പുറത്ത് ക്രമേണ ശാന്തമായി ഭാഗവതം നമ്മളെ സ്വസ്ഥതയിലേക്ക് കൊണ്ടെത്തിക്കും, സ്വസ്ഥിതിയിലേക്ക് കൊണ്ടെത്തിക്കും, അവനവന്റെ ശാന്തതയിലേക്ക് കൊണ്ടെത്തിക്കും എന്ന് നമുക്ക് മനസ്സിലാവും. അത്തരത്തിലൊരു ശാന്താനുഭൂതിയാണ്, മൗനാനുഭൂതിയാണ്, ഹൃദയാനുഭൂതിയാണ് ഭഗവത് അനുഭൂതി നമുക്ക് തരുന്നത്. അത്തരത്തിൽ മൗനാനുഭൂതി അനുഭവിച്ച ഒരാളെ എപ്പോഴും പുരാണ ഉപനിഷത്ത് ഇതിഹാസ ഗ്രന്ഥങ്ങളിൽ ഋഷിയോട്, ഗുരുവിനോട്, ഭഗവാനോട് ഒക്കെ ശിഷ്യൻ, ഭക്തൻ ഒക്കെ ചോദിക്കുന്ന ചോദ്യങ്ങളിൽ ഒന്നാണ്, എനിക്ക് ഒരു
പുരുഷനെ പരിചയപ്പെടുത്തി തരുമോ? ഒരു പൂർണ്ണാനുഭൂതി അറിഞ്ഞ ഒരാളെ എങ്ങനെയാണ് തിരിച്ചറിയാൻ സാധിക്കുന്നത്? ഒരു പൂർണ്ണ പുരുഷനെ, ഒരു പൂർണ്ണ വ്യക്തിയെ എനിക്ക് പരിചയപ്പെടുത്തി തരുമോ? അർജുനൻ ഭഗവാനോട് ഇത് ചോദിച്ചിട്ടുണ്ട്, നമുക്കറിയാം. അർജുനൻ ചോദിച്ചത് വാക്ക് വേറെയായിരുന്നു, ഭാഷയിൽ ചെറിയ പ്രയോഗങ്ങളിൽ ചില വ്യത്യാസം ഉണ്ടായിരുന്നു, പക്ഷെ ചോദ്യം ഒന്ന് തന്നെയായിരുന്നു. സ്ഥിതപ്രജ്ഞസ്യ കാ ഭാഷ. ഭഗവാനെ, പ്രജ്ഞസ്ഥിതമായിരിക്കുന്നവൻ എങ്ങനെയാണ് ലോകത്തിൽ വ്യവഹരിക്കുന്നത്? കിമാസീത വ്രജേത. ഇങ്ങനെ ഒരു പൂർണ്ണ പുരുഷനെ എനിക്ക് പരിചയപ്പെടുത്തി തരുമോ എന്ന് ചോദിച്ചു. ഇങ്ങനെ ചോദിക്കാനുള്ള കാരണം, ലോകത്തിൽ നാനായിടത്ത് വ്യവഹരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല, നമുക്ക് ഇതിൽ ആരാണ് ജ്ഞാനി എന്ന് മനസ്സിലാവില്ല. ശ്രീരാമകൃഷ്ണദേവൻ പറയുന്ന വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ഉപമയുണ്ട്. ഒരു പാത്രത്തിൽ കൽക്കണ്ടത്തിന്റെ പേരെഴുതി വെച്ചിട്ട് അതിൽ നിറയെ ഇന്ദുപ്പിട്ട് വെച്ചു. പക്ഷേ ആ ഇന്ദുപ്പിന്റെ പാത്രത്തിൽ കണ്ടാൽ ഒരേപോലെ ഇരിക്കും. കൽക്കണ്ടവും ഇന്ദുപ്പും കണ്ടാൽ ഒരേപോലെ ഇരിക്കും. പുറത്ത് പേരെഴുതിയതും കൽക്കണ്ടം എന്നല്ല, ഇന്ദുപ്പ് എന്നായിരുന്നു. നിറയെ ഇന്ദുപ്പിട്ട് വെച്ചു. പക്ഷെ ഒരു കൽക്കണ്ടം മാത്രം അതിന്റെ ഉള്ളിൽ നടുക്ക് ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് കൽക്കണ്ടത്തിന്റെ ആവശ്യം വന്നാൽ നമ്മൾ വേണമെങ്കിൽ ഒന്ന് തുറന്നു നോക്കുമായിരിക്കും, ഇതിൽ കൽക്കണ്ടം ഉണ്ടാവോ എന്നറിയാൻ വേണ്ടി തുറന്നു നോക്കുമായിരിക്കും. പക്ഷെ ഇന്ദുപ്പ് കാണുമ്പോൾ നമ്മൾ ഇതിൽ കൽക്കണ്ടം ഇല്ല എന്ന് പറഞ്ഞ് തിരിച്ചു വെക്കും. നമ്മൾ കൽക്കണ്ടത്തിന്റെ ആവശ്യം വന്നാൽ അത് തുറന്നു നോക്കുകയേ ഇല്ല. പക്ഷെ ഒരാളത് കണ്ടുപിടിക്കും. അയാൾ കണ്ടുപിടിച്ചതിന് ശേഷം പിന്നാലെ കൂട്ടുകാരെയൊക്കെ കൂട്ടിക്കൊണ്ടുപോകും. വരിയായി ഒരു 10 മിനിറ്റ് കൊണ്ട് അതിൽ നിന്നും കൽക്കണ്ടം തിരഞ്ഞു പിടിക്കുന്ന ഒരാളെ നമുക്കറിയാം. അയാളുടെ പേര് ഉറുമ്പ എന്നാണ്. അപ്പോ ഒരേപോലെ ഇരിക്കും ഈ ലോക ജീവിതത്തിൽ. ബദ്ധനും മുക്തനും ഒക്കെ ഒരേപോലെ ഇരിക്കും. അയാളുടെ ശരീരഭാഷ കൊണ്ട്, അയാളുടെ ചിലപ്പോ പുറത്തുള്ള വ്യവഹാരം കൊണ്ട് ഒരു പക്ഷേ ഒരു ജ്ഞാനിയെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കില്ല. പ്രത്യേകിച്ചും ആധുനിക സമൂഹത്തിൽ പ്രകടനങ്ങൾ വല്ലാതെ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത്, പ്രകടനങ്ങൾ മാത്രമായി പോകുന്ന ഒരു സമൂഹത്തിനുള്ളിൽ എന്റെ ഗുരു ആരാണ്? ഞാൻ ആരെയാണ് ആശ്രയിക്കേണ്ടത്? ഞാൻ ഒരു മുക്ത പുരുഷനെ, ഒരു പൂർണ്ണ വ്യക്തിയെ ഞാൻ എങ്ങനെയാണ് തിരിച്ചറിയുന്നത് എന്ന സംശയം വളരെ സ്വാഭാവികമാണ്. അതിന് ഉണ്ടാകേണ്ടത് അവനവന്റെ ഈ നീരക്ഷീര വിവേകം എന്നൊക്കെ നമ്മൾ പറയില്ലേ, പാലും വെള്ളവും ഒരുമിച്ചെടുത്താൽ അതിൽ നിന്നും പാല് മാത്രം ഉണ്ടാക്കാൻ തിരിച്ചെടുക്കാനുള്ള ഒരു വിവേകം, ഇത് ഭക്തനുണ്ടാകണം, ജിജ്ഞാസുവിനുണ്ടാകണം, ജ്ഞാനിക്കുണ്ടാകണം എന്ന ഉറപ്പിലാണ് ഭഗവാൻ ഒരു പൂർണ്ണാനുഭൂതി രസം അനുഭവിച്ച ഒരാളെ, ഒരു അനുഭവ തലത്തിൽ നിന്നുകൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയെ പരിചയപ്പെടുത്തുന്നത്. ശ്രീമദ് ഭാഗവതത്തിലെ എല്ലാ അധ്യായങ്ങൾ മുതൽ മനനം ചെയ്യുന്ന ഒരാൾക്ക് മനസ്സിലാവും, ആദ്യം മുതലേ ബദ്ധനെയും മുക്തനെയുമാണ് പരിചയപ്പെടുത്തിയത്. ഇവിടെ ആ പേര് പറഞ്ഞിട്ടുണ്ടെന്നേ ഉള്ളൂ. ആദ്യം മുതൽ നമ്മൾ പരിചയപ്പെട്ടത്, ഭാഗവതം ഒരു പരീക്ഷയാണെങ്കിൽ അതൊരു നീരക്ഷീര വിവേക പരീക്ഷയാണ്. വെള്ളവും പാലും ഒരുമിച്ച് വെച്ച് തന്നുകൊണ്ട് ഇതിൽ നിന്നും ഒരു ഹംസത്തെ പോലെ നിങ്ങൾക്ക് ആവശ്യമുള്ളത് കറന്നെടുക്കൂ. കറന്നെടുക്കാനുള്ള വിവേകമുണ്ടാവേണ്ടത് ഭക്തന്റെ മനസ്സിലാണ്. ഈ വിവേകമുണ്ടാക്കി തരലാണ് ക്രമമായി ഭാഗവതം നമ്മളോട് ചെയ്തത്. ഭാഗവതത്തിലൂടെ കടന്നു പോകുന്ന ഒരു ഭക്തനെ വാസ്തവത്തിൽ വിവേകിയാക്കുക എന്ന വലിയൊരു പ്രക്രിയയാണ് ശ്രീമദ് ഭാഗവതം നമ്മളോട് ചെയ്യുന്നത്. അത് ശ്രവണം കൊണ്ടായാലും മനനം കൊണ്ടായാലും ഏതൊക്കെ മാർഗം പിന്തുടർന്നിട്ടായാലും നമ്മെ യഥാർത്ഥ വിവേകത്തിലേക്ക് എത്തിക്കുക എന്ന പരിവർത്തനത്തിന്റെ രീതിശാസ്ത്രമാണ് ഇതിഹാസ പുരാണങ്ങൾ നമ്മളോട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് വിവേകാനന്ദ സ്വാമി പറഞ്ഞത്, നമുക്ക്
തുടങ്ങാൻ പറ്റും ഭാഗവതത്തിലേക്ക്. ഭാഗവതത്തിലേക്ക് പ്രവേശിച്ച ആളാവരുത് ഭാഗവതത്തിൽ നിന്നും പുറത്തു വരുമ്പോ. സപ്താഹശ്രവണമൊക്കെ 7 ദിവസം 10 ദിവസം സത്രം എന്നൊക്കെ നമ്മൾ സങ്കല്പിക്കുന്നില്ലേ? നമ്മൾ ആദ്യം ദിവസം വന്ന ആള് തന്നെയായി നാം തിരിച്ചു പുറത്തേക്ക് പോവുകയാണെങ്കിൽ നമ്മുടെ ശ്രവണം പൂർത്തിയായിട്ടില്ല എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. വീണ്ടും വീണ്ടും അത് ആവർത്തിക്കുക. അടുത്ത തവണ വീണ്ടും വീണ്ടും ആവർത്തിച്ച് അകത്തേക്ക് പോയ ആളാവരുത് നാം പുറത്തേക്ക് വരുമ്പോൾ. വിവേക വിജ്ഞാനങ്ങൾ കൊണ്ട് പാകം വന്ന മനസ്സുമായി, ശാന്തത വന്ന മനസ്സുമായി, സ്വസ്ഥത വന്ന മനസ്സുമായി, സംതൃപ്തമായ മനസ്സുമായി പുറത്തിറങ്ങാനും പിന്നീടുള്ള ജീവിതം. ഭഗവത്ഗീത കേട്ട അർജുനനെ നമുക്കറിയാം. ഉപദേശം കേട്ട ശേഷമുള്ള ഉദ്ധവനെ നമ്മളിപ്പോ പരിചയപ്പെടും. ഭാഗവത ശ്രവണാനന്തരമുള്ള ജീവിതം അർജുനനെ പോലെ കർമ്മനിരതമാകാൻ. എങ്ങനെ കർമ്മനിരതമാകാൻ? ഇനി ജീവിതത്തിൽ അറിയേണ്ടതിനെ അറിഞ്ഞു കഴിഞ്ഞു. ഇനി സ്വസ്ഥമായി എനിക്ക് ജീവിക്കാം, എനിക്ക് ആകുലതകളില്ലാതെ ജീവിക്കാം, എനിക്ക് ആശങ്കകളില്ലാതെ ജീവിക്കാം, എനിക്ക് ഭയമില്ലാതെ ജീവിക്കാം. മരണത്തെ, രോഗത്തെ, വേദനകളെ, പീഡകളെ, അസ്വസ്ഥതകളെ, സമൂഹമുണ്ടാക്കുന്ന ഭയങ്ങളെ, അസ്വാതന്ത്ര്യങ്ങളെ നോക്കൂ. അപ്പൊ ഒരു ബാല്യകാലത്ത് ഭാഗവതത്തെ പരിചയപ്പെട്ടാൽ അയാളുടെ ജീവിതം എത്രമാത്രം സാർത്ഥകമായിരിക്കും. യുവത്വത്തിന്റെ തുടിപ്പിൽ ഭാഗവതത്തെ പരിചയപ്പെട്ടാൽ പിന്നീടുള്ള അയാളുടെ ജീവിതം എത്രമാത്രം സ്വതന്ത്രമായിരിക്കും. വാർദ്ധക്യത്തിൽ ഭാഗവതത്തെ പരിചയപ്പെട്ടാൽ അയാളുടെ ജീവിതം എത്രമാത്രം സ്വസ്ഥമായിരിക്കും. അപ്പൊ ഏത് ഘട്ടത്തിൽ ഭാഗവതം നമ്മളിലേക്ക് പ്രവേശിച്ചാലും അത് പിന്നീടുള്ള അയാളുടെ ജീവിതത്തെ, ഭാഗവത ഉപാസന മനനം കൃത്യമായി നമ്മളിൽ സംഭവിച്ചാൽ, ഈ ഉറുമ്പിനെ പോലെ കൽക്കണ്ടത്തെ തിരിച്ചറിയാൻ നമുക്ക് സാധിച്ചാൽ, ഹംസത്തെ പോലെ നീരത്തെ കളഞ്ഞ് ക്ഷീരത്തെ വേർതിരിച്ചെടുക്കാൻ നമുക്ക് സാധിച്ചാൽ, കള്ളനാണയങ്ങളെ തിരിച്ചറിഞ്ഞ് അതിൽ നിന്നും യോഗ്യതയുള്ളവരെ നമുക്ക് തിരിച്ചറിയാൻ സാധിച്ചാൽ, അവിടെ ശരണാഗതി സംഭവിച്ചാൽ, അവിടെ പ്രണാമങ്ങൾ സംഭവിച്ചാൽ, ശ്രീമദ് ഭാഗവതത്തിൽ പൂർണ്ണമായും ശരണാഗതി സംഭവിച്ചാൽ, ഏതു ഘട്ടത്തിൽ നാം ഭാഗവതത്തെ പരിചയപ്പെടുന്നോ അവിടെ നിന്ന് അങ്ങോട്ടുള്ള നമ്മുടെ ജീവിതം ധന്യമായിരിക്കും. അവിടെ നിന്ന് അങ്ങോട്ടുള്ള നമ്മുടെ ജീവിതം സാർത്ഥകമായിരിക്കും. നാം കർമ്മകുശലരായിരിക്കും. നാം കർമ്മത്തിൽ നിന്ന് മാറി നിൽക്കില്ല. നാം സ്വധർമ്മത്തിൽ നിന്ന് മാറി നിൽക്കില്ല. നാം കർത്തവ്യങ്ങളിൽ നിന്ന് മാറി നിൽക്കില്ല. നാം പൗരബോധമുള്ളവരായിരിക്കും. നമ്മൾ ധാർമ്മിക ബോധമുള്ളവരായിരിക്കും. നമ്മൾ ഉത്തരവാദിത്ത ബോധമുള്ളവരായിരിക്കും. നമ്മളൊരു രാഷ്ട്രത്തിന്റെ ഭാവിയെ കുറിച്ച് വിഭാവനം ചെയ്യുന്നവരായിരിക്കും. നമ്മൾ വെറുതെ ഇരിക്കില്ല. നമ്മൾ അകർമ്മണ്യതയിലേക്ക് നിപതിച്ചു പോകില്ല. കാരണം നമ്മുടെ ഉള്ളിൽ ശക്തമായി പ്രചോദിപ്പിച്ചുകൊണ്ട് ഭാഗവതത്തിന്റെ ആശയങ്ങളുണ്ട്. പക്ഷേ ഏത് കർമ്മം ചെയ്യുമ്പോഴും നാം സ്വസ്ഥരായിരിക്കും. ഏത് കർമ്മം ചെയ്യുമ്പോഴും നാം ശാന്തരായിരിക്കും. ഏത് കർമ്മം ചെയ്യുമ്പോഴും നാം സ്വതന്ത്രരായിരിക്കും. കാരണം കർമ്മത്തിനൊരു പ്രശ്നമുണ്ട്. കർമ്മം നമ്മളെ പെടുത്തിക്കളയും. കർമ്മം നമ്മളെ കുരുക്കിക്കളയും. കർമ്മം നമ്മളെ വാസനയായി പിന്തുടർന്നുകൊണ്ടേയിരിക്കും. നമ്മളിൽ നിന്നും വിട്ടുപോകാത്ത സംസ്കാരമായി കർമ്മം നമ്മെ പെടുത്തിക്കൊണ്ടേയിരിക്കും. അതിൽ നിന്നൊരു മോക്ഷം എന്ന് പറയുന്നത് സാധിക്കാത്ത വിധത്തിൽ കർമ്മം നമ്മളെ ബന്ധിച്ചു കളയും. അപ്പൊ കർമ്മത്തിന് ഇങ്ങനെ ഒരു സ്വഭാവമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞാൽ, ഒരാളെ പരിചയപ്പെടുമ്പോ അയാൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്നറിഞ്ഞാൽ, അല്ലെ, നമ്മളൊരു വളരെ ഒരു യാത്ര പോകുമ്പോ നമുക്കൊരു സമാധാനമായിക്കോട്ടെ, ഒരു കൂട്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഒരു കൂട്ടുകാരനെയോ കൂട്ടുകാരെയോ കൂട്ടിയിട്ട് പോകുന്നത്. പക്ഷെ ആ യാത്രയിൽ നമ്മെ ബന്ധിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പ്രശ്നം അയാൾക്കുണ്ട് എന്നു കണ്ടാൽ, നാം കർമ്മത്തിന്റെ സ്വരൂപത്തെ ശരിക്കും മനസ്സിലാക്കിയാൽ നമുക്ക് കർമ്മത്തെ എങ്ങനെ വിനിയോഗിക്കണം എന്ന് മനസ്സിലാകും. അപ്പോ പെടുത്താതെ
കർമ്മത്തിൽ നിന്നും രക്ഷപ്പെടണമെങ്കിൽ ഒരിടത്ത് നല്ല പിടി വേണം, അല്ലെ? നമ്മൾ പറയില്ലേ, ഉന്നതങ്ങളിൽ നല്ല പിടിയുണ്ടെങ്കിൽ ജീവിതം വളരെ സുഖമായിട്ട് പോകും എന്ന് പറയില്ലേ? അതുപോലെ ഉന്നതങ്ങളിൽ നമുക്ക് നല്ല കരുതലുണ്ടാകണം. ഒരു വലിയ കെട്ടിടം സങ്കല്പിക്കൂ. ഒരു 8 നിലയോ 10 നിലയോ ഒക്കെ ഉള്ള ഒരു വലിയ കെട്ടിടം സങ്കല്പിക്കൂ. ആ കെട്ടിടത്തിന്റെ ഏറ്റവും മുകളിൽ ഇരിക്കുന്ന ഒരാൾക്ക് 10ാമത്തെയോ 11ാമത്തെയോ നിലയിൽ, ഫ്ലാറ്റുകളിലൊക്കെ വലിയ ബിൽഡിങ്ങുകളുടെ 11ാമത്തെ നിലയിൽ ഇരിക്കുന്ന ഒരാളുടെ ദൃഷ്ടി കുറച്ചുകൂടി വിശാലമായിരിക്കും. അയാളുടെ ദൃഷ്ടി കുറച്ചുകൂടി വിശാലമായിരിക്കും. ആ കെട്ടിടത്തിന്റെ 11ാമത്തെ നിലയിൽ നിന്നാൽ കുറച്ചു ദൂരെയുള്ള വളവിൽ നിന്നും വാഹനങ്ങൾ വളഞ്ഞു വരുന്നത് കാണാം, വാഹനങ്ങൾ തിരിഞ്ഞു വരുന്നത് കാണാം. അങ്ങേ അറ്റത്തെ വളവ് മുതൽ നമുക്ക് കാഴ്ച കുറച്ചുകൂടി വ്യക്തമായി കിട്ടും. പക്ഷേ ആ കെട്ടിടത്തിന്റെ 1ാം നിലയിൽ നിന്നാൽ, ആ കെട്ടിടത്തിന് മുമ്പിലുള്ള വളവിൽ നിന്നാൽ, ആ തൊട്ടു മുമ്പിലത്തെ വളവിൽ നിന്ന് വണ്ടി വരുന്നത് മാത്രമേ കാണാൻ സാധിക്കുള്ളൂ. അപ്പോ ജീവിതത്തിന്റെ ഉന്നതമായ ഇടങ്ങളിലേക്ക് കയറും തോറും ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ച കുറച്ചുകൂടി വിശാലമാകും. ഈ സ്റ്റേജിലിരിക്കുന്ന ആൾക്ക് ഈ ഓഡിയൻസിനെ മുഴുവൻ നന്നായി കാണാൻ സാധിക്കും. പക്ഷെ ഓഡിയൻസിന്റെ അടുത്തിരിക്കുന്ന ആൾക്ക് ഒരുപക്ഷെ സ്റ്റേജ് മാത്രമേ കാണാൻ സാധിക്കുള്ളൂ, തന്റെ ചുറ്റുപാടുമേ കാണാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ ഭാഗവതം നമ്മളെ കൊണ്ടുപോകുന്നത് ക്രമമായി ക്രമമായി ഉയർത്തി 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 ജീവിതത്തിന്റെ ഉന്നതമായ ഒരിടത്തേക്ക് കൊണ്ടുപോയി നമ്മളെ നിർത്തുന്നു. ഈ ഉന്നതമായ ഇടത്തു നിന്നുകൊണ്ട് ജീവിതത്തെ നോക്കുമ്പോൾ, ലോകത്തെ നോക്കുമ്പോൾ, അനുഭവങ്ങളെ നോക്കുമ്പോൾ അനുഭവം വരുന്ന വഴി നമുക്ക് കാണാം, അല്ലേ? ഈ മുകളിൽ നിന്നോട്ട് നോക്കുമ്പോ ചിലപ്പോ നമ്മുടെ വീട്ടിലേക്ക് വരാൻ പോകുന്ന ഗസ്റ്റ് ദൂരെന്നെ വളയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അയാൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടേ ഇവിടെ എത്തൂ, പക്ഷേ അയാൾ മെയിൻ റോഡിൽ നിന്നേ ആ വ്യക്തിയുടെ കാറ് വളയുന്നത് നമുക്ക് കാണാം. നമുക്കൊന്ന് തയ്യാറെടുത്തിരിക്കാം, അല്ലെ? അമ്മമാർക്കൊക്കെ വീട്ടില് ഗസ്റ്റ് വരുന്നു എന്ന് പറയുമ്പോ ഒന്ന് തയ്യാറെടുക്കണമല്ലോ. അപ്പൊ അത്യാവശ്യം ഒന്ന് വീടൊക്കെ വൃത്തിയാക്കി ഒരു പാലൊക്കെ ഫ്രിഡ്ജിൽ ഉണ്ടോ എന്ന് നോക്കി നമുക്കൊന്ന് തയ്യാറെടുത്തിരിക്കാം. കാരണം നമ്മൾ മുകളിൽ നിന്ന് നോക്കിയപ്പോ കണ്ടു 15 മിനിറ്റ് കഴിഞ്ഞ് ഒരു ഗസ്റ്റ് വരാൻ സാധ്യതയുണ്ട്, കാരണം അയാളുടെ കാർ ഇങ്ങോട്ട് വളഞ്ഞിട്ടുണ്ട്. അപ്പൊ ഉന്നതമായ ഇടത്തു നിന്നും ജീവിതത്തെ നോക്കുമ്പോൾ, ഉന്നതമായ ഇടത്തു നിന്നും അനുഭവങ്ങളെ നോക്കുമ്പോൾ, അനുഭവങ്ങൾ വരുന്ന വഴിയിലേ നമുക്ക് അനുഭവങ്ങളെ തിരിച്ചറിയാനും അതിനുവേണ്ടി തയ്യാറെടുത്തിരിക്കാനും സാധിക്കും. പക്ഷേ ഈ താഴ്ന്ന നിലയിൽ നിന്നുകൊണ്ട് നമ്മുടെ വീടിന്റെ മുമ്പിലത്തെ ഇടവഴിയിൽ നിന്ന് നോക്കുമ്പോ പെട്ടെന്ന് തിരിഞ്ഞു വരുന്ന വണ്ടിയെ നമ്മൾ കാണുന്നുള്ളൂ, പെട്ടെന്ന് തിരിഞ്ഞു ഓടി വരുന്ന ആളെ നമ്മൾ കാണുന്നുള്ളൂ. വിശാലമായ വീക്ഷണം നമുക്ക് നഷ്ടപ്പെടും. അതുകൊണ്ടുണ്ടാവുന്ന പ്രശ്നം, ജീവിതത്തിലെ ഇത്തരം അനുഭവങ്ങൾക്ക് വേണ്ടി തയ്യാറെടുത്തിരിക്കാൻ നമുക്ക് പലപ്പോഴും സാധിക്കില്ല. അതെന്തനുഭവവുമായിക്കോട്ടെ, എന്ത് സന്തോഷാനുഭവവുമായിക്കോട്ടെ, ദുഃഖാനുഭവമായിക്കോട്ടെ, ജീവിതത്തെ മാറ്റിമറിക്കുന്ന അനുഭവമായിക്കോട്ടെ, അനുഭവങ്ങളെ സ്വാംശീകരിക്കാനുള്ള മാനസികമായ പക്വത ഒരാൾക്ക് ഉണ്ടാകണമെങ്കിൽ ഒരേ കെട്ടിടത്തിന്റെ തന്നെ 9ാം നിലയിലും 1ാം നിലയിലും നിന്ന് നോക്കുന്നവരുടെ കാഴ്ച 2 തരത്തിലായിരിക്കും. അതുകൊണ്ട് ഭാഗവതം നമ്മളോട് പറയുന്നു, ജീവിതത്തിൽ ഉന്നതമായ ഒരിടത്തേക്ക് നിങ്ങളെ കൊണ്ടുപോയി എത്തിക്കാം. ശ്രവണത്തിലൂടെ, മനനത്തിലൂടെ, ഭഗവത് കഥകളിലൂടെ, ഉപാസനകളിലൂടെ ജീവിതത്തിന്റെ മുകളിലത്തെ നിലയിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാം. അവിടെ നിന്നുകൊണ്ട് നിങ്ങൾ ജീവിതത്തെ നോക്കൂ, ജീവിതം കുറച്ചുകൂടി വിശാലമായി നമ്മുടെ മുന്നിൽ വെളിപ്പെടും. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഭാഗവതം ചേർത്ത് വയ്ക്കാവുന്നത്, ഭാഗവതത്തെ സമമിട്ട് ചേർക്കാവുന്നത് ജീവിതത്തോടാണ്. ജീവിതത്തെ കുറച്ചുകൂടി വിശാലമായി കാണാം.
അനുഭവങ്ങളെ കുറച്ചുകൂടി വിശാലമായി കാണാൻ, അനുഭവങ്ങളെ ഒരു വലിയ ക്യാൻവാസിലേക്ക് മാറ്റാൻ. നിങ്ങൾ ഇന്ത്യയുടെ മാപ്പ് എടുത്ത് നോക്കുന്നതും വേൾഡ് മാപ്പ് എടുത്ത് നോക്കുന്നതും പോട്ടെ, കേരളത്തിന്റെ മാപ്പ് നോക്കുന്നതും ഇന്ത്യയുടെ മാപ്പ് നോക്കുന്നതും വേൾഡ് മാപ്പ് നോക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം നോക്കൂ. അപ്പോ അനുഭവങ്ങളെ കുറച്ചുകൂടി വിശാലമായ ക്യാൻവാസിലേക്ക് മാറ്റുമ്പോൾ അനുഭവങ്ങൾ നമുക്ക് വളരെ ലളിതമായി തോന്നും. ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ ആ അനുഭവം. ഒരുപക്ഷെ ഒരു 5 വർഷം മുമ്പ് നമ്മളുടെ ജീവിതത്തെ മഥിച്ച ഒരു അനുഭവം, 5 വർഷം മുമ്പ് നമ്മൾ ഇനി മുന്നോട്ട് പോകില്ല എന്ന് കരുതിയ ഒരു അനുഭവം, 5 വർഷം കഴിഞ്ഞ് ആലോചിച്ചു നോക്കുമ്പോൾ ആ അനുഭവത്തിന്റെ തീവ്രത അത്രയും നമ്മളെ ബാധിച്ചിട്ടുണ്ടാവില്ല. കാരണം അത് കുറച്ചുകൂടി വിശാലമായ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് മാറി. ഇതുപോലെ ഒരേ ഇടത്തിലിരുന്നു കൊണ്ട് ജീവിതാനുഭവങ്ങളിൽ തകർന്നു പോകുന്ന, വളവ് കഴിഞ്ഞു വന്ന വണ്ടി എന്നെ ഇടിച്ചല്ലോ ഭഗവാനെ, ഞാൻ അറിഞ്ഞില്ല, പെട്ടെന്ന് ഞാനൊരു വളവ് വളച്ചെടുത്തു, അപ്പുറത്തുനിന്ന് വന്ന വണ്ടി ഇടിച്ചു, ആക്സിഡന്റ് ആയി, ജീവിതത്തിൽ ഒട്ടും പ്രതീക്ഷിക്കാത്തത് സംഭവിച്ചല്ലോ എന്ന് കരുതുന്നതാണോ? കുറച്ചുകൂടി ഉന്നതമായ ഇടത്തുനിന്ന് നോക്കുമ്പോ ആ വണ്ടി വരാൻ പോകുന്നുണ്ട്, ചിലപ്പോ എന്നെ ഇടിക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ഞാൻ ഒന്ന് കരുതി പോകാം. അപ്പൊ ജീവിതത്തിന് കരുതൽ നൽകുന്ന സമവാക്യമാണ് ഭാഗവതത്തിൽ ഒളിപ്പിച്ചു വെച്ചത്. ഈ ജീവിതത്തിൽ കരുതൽ നൽകുന്ന സമവാക്യത്തെയാണ് നമുക്ക് ബദ്ധനിലൂടെയും മുക്തനിലൂടെയും പരിചയപ്പെട്ടത്. ബദ്ധൻ ജീവിതത്തെ കാണുന്നത് ജീവിതത്തിന്റെ ഏറ്റവും താഴെ നിലയിൽ നിന്നുകൊണ്ടാണ്. ഈ ഫ്ലാറ്റിന്റെ 1ാം നിലയിൽ നിന്നുകൊണ്ട് തനിക്ക് മുന്നിൽ മാത്രം വരുന്ന അനുഭവങ്ങളെ അറിയുകയും സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ, മുക്തൻ കുറച്ചുകൂടി ഉന്നതമായ അനുഭവത്തിന്റെ തലത്തിൽ നിന്നുകൊണ്ട് അനുഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ അനുഭവങ്ങളെ സ്വീകരിക്കുന്നതിന്റെ തലത്തിൽ വ്യത്യാസം വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഭാഗവതം നമ്മെ പഠിപ്പിക്കുന്നത് ബദ്ധനിൽ നിന്നും മുക്തനിലേക്കുള്ള വഴിയാണ്. നമ്മളെല്ലാവരും ബദ്ധനായിട്ട് തന്നെയാണ് ഭാഗവതത്തിലേക്ക് വരുന്നത്. നമ്മളെല്ലാവരും ബദ്ധരായിട്ട് തന്നെയാണ് ജീവിക്കുന്നത്. അതെ, പല തലങ്ങളിലാണ് ഈ ബന്ധമെന്നേ ഉള്ളൂ. ചിലർക്ക് പ്രിയപ്പെട്ടവരോടാകാം ബന്ധം, ചിലർക്ക് ചില സാഹചര്യങ്ങളോടാകാം ബന്ധം, ചിലർക്ക് ചില സേഫ് സോണുകളോടാകാം, സുരക്ഷിതമായ ഇടങ്ങളോടാകാം ബന്ധം. എന്തായാലും ബന്ധം പലതരത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യരെ ബന്ധത്തിന്റെ കെട്ടിൽപ്പെട്ട് പിന്നെയും വിട്ടാലും വിടുവാൻ കഴിഞ്ഞിടുകയില്ല. ശാശ്വതം ക്ലേശതം. നമ്മൾ വിട്ടാലും നമ്മെ വിടാതെ മുറുക്കിക്കൊണ്ടിരിക്കുന്ന ബന്ധങ്ങളുടെ കെട്ടുപാടുകളിൽ ജീവിക്കുന്ന മനുഷ്യനോട് കിട്ടാറാക്കുക വാദമന്ദിരപതേ നിൻ ദർശനം കർശനം എന്ന് കവി പറഞ്ഞതുപോലെ, വിട്ടാലും വിടാതെ പിന്തുടർന്നു കൊണ്ടിരിക്കുന്ന അസ്വാതന്ത്ര്യങ്ങളിൽ നിന്നും, അരക്ഷിതത്വങ്ങളിൽ നിന്നും, അവ്യവസ്ഥകളിൽ നിന്നും നാം പക്ഷെ സുരക്ഷിതമാണ് എന്ന് ധരിക്കുന്നു, നാം വ്യവസ്ഥയിലാണ് എന്ന് ധരിക്കുന്നു, നാം സുഖമാണ് എന്ന് ധരിച്ചുകൊണ്ട് നമ്മുടേതാക്കി സ്വന്തമാക്കി വച്ചിരിക്കുന്ന ഈ ഇടങ്ങളിൽ നിന്നും നമ്മെ മോചിപ്പിച്ച് ജീവിതത്തിന്റെ ഉന്നതമായ പടവുകളിലേക്ക് കയറി ജീവിതത്തെ വിശാലമായ തലത്തിൽ നിന്നുകൊണ്ട് ജീവിതാനുഭവങ്ങളെ നോക്കിക്കാണുന്ന സ്വസ്ഥവൃത്തിയിലേക്ക് ബദ്ധനെ നയിക്കുന്ന പ്രക്രിയയാണ് ഭാഗവതം നമ്മളോട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഭാഗവതം ബദ്ധനെയും മുക്തനെയും ഏകാദശ സ്കന്ധത്തിലെ 11ഉം 12ഉം അധ്യായങ്ങളിലൂടെ പരിചയപ്പെടുത്തുമ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, ഏകാദശ സ്കന്ധത്തിന്റെ ലക്ഷണം മുക്തിയാണ്, മോക്ഷമാണ് ഏകാദശ സ്കന്ധത്തിന്റെ ലക്ഷണം. മോക്ഷം ഭാരതീയ ദാർശനിക സാഹിത്യം പരിചയപ്പെട്ടവർക്കൊക്കെ, ശ്രീമദ് ഭാഗവതം പരിചയപ്പെട്ടവർക്കൊക്കെ
ഏറെ സുപരിചിതമായതാണ് മോക്ഷം എന്ന ആശയം. നമ്മളെല്ലാവരും പരസ്യങ്ങളിലൊക്കെ പറയുന്നത് പോലെ ആരാണ് സ്വാതന്ത്ര്യം ആഗ്രഹിക്കാത്തത് എന്ന് പറയുന്നത് പോലെ നമ്മളെല്ലാവരും ഓരോ തലങ്ങളിൽ മോക്ഷം ആഗ്രഹിക്കുന്നവരാണ്. അത് ആത്യന്തികമായ മോക്ഷമായാലും താൽക്കാലികമായ മോക്ഷമായാലും അല്ലെ. ചില സ്വാതന്ത്ര്യങ്ങളിൽ നിന്നും എനിക്ക് സ്വാതന്ത്ര്യം വേണം. പുതിയ കുട്ടികളോട് ചോദിച്ചാൽ അറിയാം, പുതിയ കാലത്തെ ചെറുപ്പക്കാരോട് ചോദിച്ചാൽ അറിയാം, അവരെല്ലാവരും വളരെ സ്വാതന്ത്ര്യവാദികളാണ്. എനിക്ക് സ്വാതന്ത്ര്യം വേണമെന്ന് പറയുന്നവരെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്നത്. എനിക്കിവിടെ ഒരു സ്വാതന്ത്ര്യവും ഇല്ല, അതുകൊണ്ട് എനിക്ക് സ്വതന്ത്രനാവണം എന്ന് പറയുന്നവരെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്നത്. അത് ഒരു മോക്ഷമാണ്, ഒരു വിടുതലാണ്. പക്ഷെ നമ്മൾ പലരും ധരിച്ചു വെച്ചിരിക്കുന്നത് മരണാനന്തരം ലഭിക്കുന്ന ഒരവസ്ഥയാണ് മോക്ഷം. പ്രത്യേകിച്ചും സെമിറ്റിക് മതങ്ങൾ നമ്മെ വിശ്വസിപ്പിച്ചു വെച്ചിരിക്കുന്നു, ഈ ലോകത്തിൽ നല്ല കർമ്മങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് വേണ്ടി എല്ലാ അനുഭവങ്ങളുമുള്ള ഒരു സ്വർഗം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്, എല്ലാ സൗഭാഗ്യങ്ങളുമുള്ള സ്വർഗം നമ്മെ കാത്തിരിക്കുന്നുണ്ട്, എല്ലാ അനുഭവങ്ങളുമുള്ള ഒരു സന്തോഷത്തിന്റെ, അതല്ലെങ്കിൽ വിപരീതമായിട്ടും നീചകർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് ഒരു നരകം എന്നതിനെ കാത്തിരിക്കുന്നുണ്ട് എന്ന് അങ്ങകലെ മേഘങ്ങൾക്കപ്പുറത്ത് തന്നെ പ്രീതിപ്പെടുത്തുന്നവർക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന, സൗഭാഗ്യങ്ങളും ചെയ്തു കൊടുക്കുന്ന ഏതോ ഒരു ഈശ്വരൻ നമുക്ക് തരുന്ന ദാനമായി മോക്ഷത്തെ സെമിറ്റിക് സങ്കല്പങ്ങളുടെ ഭാഗമായി നാം പരിചയപ്പെട്ടിട്ടുണ്ട്. ഇനി ഭാരതീയ ജ്ഞാനമീമാംസകൾ പരിചയപ്പെട്ടിട്ടുള്ളവർ മോക്ഷത്തെ മറ്റൊരു രീതിയിലും പരിചയപ്പെട്ടിട്ടുണ്ടാകാം. ഈശ്വരപ്രാപ്തിയാണ് മോക്ഷം, അല്ലെ? സാരൂപ്യം, സാലോക്യം, സാന്നിധ്യം, ഇങ്ങനെ ഈശ്വര സന്നിധിയിലെത്തുന്നു, ഈശ്വരപ്രാപ്തി ഉണ്ടാവുന്നു, മരണശേഷം സ്വസ്ഥമായി ഈശ്വരനിൽ പ്രാപിക്കാൻ സാധിക്കുന്നു, ഇതാണ് മോക്ഷം എന്ന് പരിചയപ്പെട്ടിട്ടുണ്ട്. നമ്മൾ പുതിയ തലമുറയോട് ഈ വിഷയം സംസാരിച്ചാൽ, എനിക്ക് ഏറ്റവും കൂടുതൽ സംസാരിക്കാൻ അവസരം കിട്ടാറുള്ളത് ചെറുപ്പക്കാരോടാണ്. പുതിയ തലമുറയോട് ഈ വിഷയം സംസാരിച്ചാൽ അവര് പറയും, ഞങ്ങൾക്ക് ഇപ്പൊ മോക്ഷമൊന്നും വേണ്ട, ഇത്ര വേഗം ഞങ്ങൾക്ക് മോക്ഷമൊന്നും വേണ്ട, അത് കുറച്ച് കഴിഞ്ഞിട്ട് ആലോചിക്കാം, ഇപ്പൊ ഇങ്ങനെ സുഖമായിട്ട് ജീവിക്കട്ടെ, ഞങ്ങൾക്ക് ഇപ്പൊ മോക്ഷം വേണ്ട, പിന്നീട് മതി. കാരണം നമ്മുടെയൊക്കെ മനസ്സിൽ രൂഢമൂലമായിരിക്കുന്നത് മോക്ഷം എന്ന് പറഞ്ഞാൽ നാം നേടേണ്ടതാണ്, പ്രത്യേകിച്ച് മരണാനന്തരം നേടേണ്ടതാണ് മോക്ഷം എന്നൊരു സങ്കല്പത്തിലാണ് നമ്മൾ എല്ലാവരും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഭാരതത്തിന്റെ ആചാര്യന്മാർ, ഋഷീശ്വരന്മാർ നമ്മളോട് പറഞ്ഞു തരുന്നു, മോക്ഷം സാധിക്കേണ്ടതല്ല, മറിച്ച് സാധിച്ചതാണ്, സിദ്ധമാണ്, നമുക്ക് ലഭിച്ചിട്ടുള്ളതാണ്, നമുക്കുള്ളതാണ്, മറിച്ച് നേടിയെടുക്കേണ്ടതല്ല, സംസ്കാര്യമല്ല, സംസ്കരിച്ചെടുക്കേണ്ടതല്ല, പ്രാപിക്കേണ്ടതല്ല. പ്രാപിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മളിൽ ഇല്ലാത്ത ഒന്നിനെയാണ് നമ്മൾ പ്രാപിക്കേണ്ടത്. നാം നേടിയെടുക്കേണ്ടത്, സാധ്യം, നാം കഷ്ടപ്പെട്ട് പരിശ്രമിച്ച് നേടിയെടുക്കേണ്ട ഒന്നിനെയാണ് സാധിക്കേണ്ടത് എന്ന് പറയുന്നത്. അപ്പൊ നമുക്കുള്ള ആത്യന്തികമായ ആനന്ദം, മധ്വന്മാര് പറയും, മുക്തിർ നൈജ സുഖാനുഭൂതി, മുക്തി നിജമായ സുഖാനുഭൂതിയാണ്. നമ്മൾ അല്പമൊക്കെ സ്വാതന്ത്ര്യം എവിടെയൊക്കെ അനുഭവിച്ചിട്ടുണ്ട്, അല്പമൊക്കെ സുഖം എവിടെയൊക്കെ അനുഭവിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അതിന്റെ ഒരു കുറച്ച് നമുക്ക് കിട്ടിയിട്ടുണ്ട്. കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ ഒരു മലയാള സിനിമയിൽ വീട്ടിലെ സ്ത്രീകൾക്ക് അല്പമൊക്കെ സ്വാതന്ത്ര്യം കൊടുക്കുന്ന കുടുംബമാണ് ഞങ്ങളുടേത് എന്ന് പറഞ്ഞപ്പോ മലയാളി പ്രേക്ഷകരൊക്കെ ചിരിച്ചുകൊണ്ട് കൈയടിച്ചു. അതായത് വീട്ടിലെ പുരുഷന്മാർ തരേണ്ടതാണ് സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം, അല്ലെ? ഞങ്ങളുടെ വീട്ടിലെ പെൺകുട്ടികൾക്ക് അല്പസ്വല്പമൊക്കെ സ്വാതന്ത്ര്യം ഞങ്ങൾ കൊടുക്കാറുണ്ട് എന്ന് അഭിമാനത്തോടെ നായകൻ പറഞ്ഞപ്പോ ആധുനിക തലമുറയിലെ പെൺകുട്ടികൾ എല്ലാവരും വളരെ പരിഹാസത്തോടു കൂടി പുഞ്ചിരിച്ചു. അങ്ങനെ ഞങ്ങൾക്ക് ആരും തരേണ്ടതല്ല സ്വാതന്ത്ര്യം എന്ന് ചിരിച്ചുകൊണ്ട് മറുപടി പറയുവാൻ നമ്മുടെ കുട്ടികൾക്കായി. നോക്കൂ, മറ്റൊരാളിൽ നിന്നോ
മറ്റൊരിടത്തു നിന്നോ മറ്റൊരു പരിസരത്തു നിന്നോ ഒരു ഈശ്വരനിൽ നിന്നോ ലഭിക്കേണ്ടതല്ല നമുക്ക് മോക്ഷം. ആ സിനിമയുടെ ഡയലോഗിൽ നിന്ന് കുറച്ചെങ്കിലും നമുക്ക് ചിരി വന്നെങ്കിൽ, മറ്റൊരാളിൽ നിന്നും മറ്റൊരിടത്തു നിന്നും പ്രാപിക്കേണ്ടതല്ല, സാധിച്ചെടുക്കേണ്ടതല്ല, നേടിയെടുക്കേണ്ടതല്ല മോക്ഷം. നിജമായ ആനന്ദം എന്ന് പറയുന്നത്, ഇടതടവില്ലാത്ത ആനന്ദം എന്ന് പറയുന്നത്, എപ്പോഴും സ്വസ്ഥനായിരിക്കാനുള്ള ടെക്നിക്ക് എന്ന് പറയുന്നത്, അത് നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്, നമ്മളിൽ തന്നെയുണ്ട്. നാം ഈ ആനന്ദ സ്വരൂപം തന്നെയാണ്. പക്ഷേ എപ്പോഴൊക്കെയോ അജ്ഞാനത്തിന്റെ തലത്തിൽ നിന്നുകൊണ്ട് ജീവൻ അജ്ഞാനം നിമിത്തം ജീവൻ താൻ ശരീരമാണ്, തനിക്ക് വേദനകളുണ്ട്, തനിക്ക് ബന്ധങ്ങളുണ്ട്, താൻ ഇവിടെയൊക്കെ പെട്ടുപോയില്ലേ. ഈ പുതിയ കുട്ടികളോടൊക്കെ വിവാഹത്തെ കുറിച്ചൊക്കെ പറയുമ്പോ പെൺകുട്ടികൾ പറയുന്ന ഒരു വാക്കാണ്, അങ്ങനെ പെട്ടുപോകാൻ ഞാനില്ല. പെട്ടുപോയില്ലേ എന്ന് കുറച്ചുകൂടെ മുതിർന്ന തലമുറ ചോദിക്കും. എന്തായാലും ഇങ്ങനെ എവിടെയൊക്കെയോ നമ്മളെ പെടുത്തുന്നതാണ്, നമ്മെ ബന്ധിപ്പിക്കുന്നതാണ്, നമ്മെ ജീവിതത്തിന്റെ പലയിടങ്ങളിലും തളച്ചിടുന്നതാണ് എന്ന് ധരിച്ചതുകൊണ്ടുണ്ടായ വ്യാമോഹമാണ്, അജ്ഞാനം കൊണ്ടുണ്ടായ വ്യാമോഹമാണ് വാസ്തവത്തിൽ നമ്മെ മുക്തിയിൽ നിന്നും അകറ്റി നിർത്തിയിരിക്കുന്നത്. വാസ്തവത്തിൽ മനോഹരമായ ഒരു സ്വർണപാത്രം കൊണ്ട് സത്യസ്യാഭിഹിതം മുഖം എന്ന് ഋഷി പറഞ്ഞതുപോലെ ഷുഗർ കോട്ടഡ് ആയിട്ടുള്ള ജീവിതത്തിലെ കുറെ സന്തോഷങ്ങൾ കൊണ്ട്, അനുഭവങ്ങൾ കൊണ്ട് നമ്മുടെ നിജമായ എന്നും ആനന്ദിക്കാനുള്ള ഭാവത്തെ മറച്ചു വെച്ചിരിക്കുകയാണ്. അപ്പൊ അജ്ഞാനത്തിന്റെ ദൃഷ്ടിയിൽ മോക്ഷം പ്രാപിക്കേണ്ടതാണ് എന്ന് പറയാം. കണ്ണട കണ്ണിൽ വെച്ചുകൊണ്ട് എൻ്റെ അച്ഛന് കഴിഞ്ഞ ദിവസം വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോ അച്ഛനൊരു ഫോൺ വന്നു. അപ്പൊ അച്ഛൻ്റെ ഒരു സുഹൃത്താണ് ഫോൺ ചെയ്തത്. അപ്പൊ അച്ഛൻ കുറെ വർത്താനമൊക്കെ പറഞ്ഞു. അപ്പോ ഒരു വീട്ടിൽ നിന്നും നമ്മൾ സംസാരിച്ച് ആ വീട്ടിൽ നിന്നും ഇറങ്ങിയുള്ളൂ. ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയ ഉടനെയാണ് ഇദ്ദേഹത്തിന്റെ ഫോൺ വന്നത്. അപ്പൊ ഫോണിൽ അദ്ദേഹത്തോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു 2-3 മിനിറ്റ് സംസാരിച്ചു കഴിഞ്ഞപ്പോ അച്ഛൻ വേഗം പറഞ്ഞു, വണ്ടി നിർത്ത്, എന്റെ ഫോൺ ആ വീട്ടിൽ നിന്ന് എടുക്കാൻ ഞാൻ മറന്നുപോയി, അവിടെ വെച്ച് മറന്നുപോയി, എനിക്ക് ആ വീട്ടിലേക്ക് തിരിച്ചു പോകണം, ഫോൺ എടുക്കണം എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ പറഞ്ഞു, അച്ഛൻ ആ ഫോണിൽ തന്നെയല്ലേ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? ഓ, അത് ഞാൻ മറന്നുപോയി. മുത്തശ്ശൻ കണ്ണട അന്വേഷിച്ചുകൊണ്ട് വീട് മുഴുവൻ നടക്കുകയാണ്. എന്റെ കണ്ണട എവിടെ, എന്റെ കണ്ണട എവിടെ, എന്റെ കണ്ണട എവിടെ? എല്ലാവരും തിരയുന്നു. അപ്പൊ കൊച്ചുമോൻ പറഞ്ഞു, ആ കണ്ണിലിരിക്കുന്നത് മുത്തശ്ശന്റെ കണ്ണടയല്ലേ? ഇത് നമുക്ക് എല്ലാവർക്കും അനുഭവിക്കാറുള്ളതാണ്. അപ്പൊ ഫോൺ തിരയുന്നത് പോലെ, കണ്ണട വെച്ചുകൊണ്ട് കണ്ണട തിരയുന്നത് പോലെ നഷ്ടപ്പെട്ടു എന്ന് കരുതിക്കൊണ്ട്, നസ്രുദ്ദീൻ ഹോജയുടെ ഒരു കഥയുണ്ട്. ഹോജ തന്റെ താക്കോൽ കൂട്ടം മറന്നുപോയി. ഈ താക്കോൽ കൂട്ടം മറന്നുപോയപ്പോ ഹോജ വീടിന്റെ മുന്നിൽ വന്ന് നിന്നുകൊണ്ട് താക്കോല് തിരയുകയാണ്. അപ്പൊ ഒരാൾ ചോദിച്ചു, നിങ്ങൾ എന്താണ് വീടിന്റെ പടിവാതിക്കൽ വന്ന് നിന്ന് താക്കോല് തിരയുന്നത്? നിങ്ങൾ താക്കോൽ എവിടെയാ വെച്ചത് എന്ന് ആലോചിച്ചു നോക്കൂ. അപ്പൊ ഹോജ പറഞ്ഞു, ഞാൻ താക്കോല് വെച്ചത് വീടിന്റെ അകത്താണ്. അപ്പൊ ആൾക്കാർ ചോദിച്ചു, എന്നാ അവിടെ പോയി തിരഞ്ഞാ പോരെ? അല്ല, അതിനവിടെ വെളിച്ചമില്ലല്ലോ, അതുകൊണ്ട് ഞാൻ പുറത്ത് താക്കോൽ തേടുകയാണ് എന്ന് പറഞ്ഞു. അപ്പൊ വെളിച്ചമുള്ളിടത്ത് താക്കോൽ തേടുന്നത് പോലെ, കണ്ണിൽ കണ്ണട വെച്ചുകൊണ്ട് കണ്ണട അന്വേഷിക്കുന്നത് പോലെ, കസ്തൂരിമാൻ ഈ മണം എവിടെ നിന്നാണ് വരുന്നത് എന്ന് നാട് മുഴുവനും അന്വേഷിക്കുന്നത് പോലെ, എവിടെയോ ആനന്ദത്തിന്റെ ഒരു അനുഭവം, അതും ഇടതടവില്ലാത്ത ആനന്ദാനുഭവം ഉണ്ട് എന്ന് ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട്. അതെവിടെ കിട്ടും? അത് ക്ഷേത്രത്തിൽ കിട്ടുമോ? അത് സപ്താഹവേദികളിൽ കിട്ടുമോ? ഇനി കുറച്ചുകൂടെ ലളിതമായിട്ട് പറഞ്ഞ, അല്പം മനസമാധാനം എവിടെ കിട്ടും? ഈ നീണ്ടു നിൽക്കുന്ന മനസമാധാനത്തെയാണ് മോക്ഷം എന്ന് പറയുന്നത്. മനസമാധാനം കുറച്ചു നേരം കിട്ടിയാൽ കുറച്ചു കഴിയുമ്പോൾ അത് തീരും, അടുത്ത പ്രശ്നം വരുമ്പോൾ അത് തീരും. കാരണം അത് നമ്മെ ഉള്ളിലെ ബാധിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ്. ഉള്ളിലെ അസ്വസ്ഥത പോയിട്ടില്ല, അല്ലെ? ഡോക്ടറുടെ അടുത്ത് സാഖ്യശാസ്ത്രം പഠിക്കുന്നതിന് മുൻപ് സാഖ്യാചാര്യന്മാർ പറയുന്ന ഒരു തത്വമുണ്ട്.
സാഖ്യം പഠിക്കുന്നത് നിങ്ങളുടെ ആത്യന്തിക ദുഃഖ നിവൃത്തിക്കാണ് എന്ന് പറയും. അപ്പോ ശിഷ്യൻ ഒരു കുസൃതി ചോദ്യം ചോദിക്കും, ഈ ദുഃഖ നിവൃത്തിക്ക് വേണ്ടിയിട്ട് ഒരു തലവേദന വന്നു, ഒരു രോഗം വന്നു, ഒരു മരുന്ന് കഴിച്ചാൽ പോരെ? ഒരു തലവേദന വന്നാൽ ഒരു ഡോളോ കഴിക്കുക, അല്ലെങ്കിൽ ഒരു പെയിൻ കില്ലർ കഴിക്കുക, തലവേദന മാറും. അതിന് ഇത്ര കഷ്ടപ്പെട്ട് ശാസ്ത്രം പഠിക്കണോ എന്ന് ചോദിക്കും. അപ്പൊ ഗുരു പറയുന്നത്, ഒരു രോഗത്തിനെ ലക്ഷണത്തെ ചികിത്സിച്ചാൽ ആ ലക്ഷണം മാറും. തലവേദന മാറി എന്നിരിക്കാം, വയറുവേദന മാറി എന്നിരിക്കാം, ഛർദില് മാറി എന്നിരിക്കാം. പക്ഷേ ആ രോഗകാരണത്തെയാണ് ഭാരതീയ ആചാര്യന്മാർ ചികിത്സിച്ചത്. അതുകൊണ്ടാണ് ദക്ഷിണാമൂർത്തിയെ നമ്മൾ ഭിഷജേ ഭവരോഗിണാം എന്ന് വിളിച്ചത്. ഭവരോഗികൾക്ക് ഭിഷക്കാണ്. ഈ ലോകം ജീവിതത്തിലെ അല്പാനന്ദം മാത്രം അനുഭവിച്ച് ജീവിച്ച നമുക്ക് ഒരു പൂർണ്ണാനന്ദമുണ്ട് എന്ന് പറഞ്ഞ ഒരു ദർശനം ഇവിടെ ഇരിക്കുമ്പോ ഈ അല്പാനന്ദം മാത്രം അനുഭവിച്ച് അത് കുറച്ച് കഴിയുമ്പോ തീർന്നു പോകും. അത് കുറച്ച് കഴിയുമ്പോ ഇല്ല പിന്നെ. അപ്പൊ അതുകൊണ്ട് ആ പൂർണ്ണാനന്ദത്തിലേക്കുള്ള വഴി പറഞ്ഞു തന്ന ഭിഷക്കാണ് വാസ്തവത്തിൽ ഗുരു. അപ്പൊ അതുകൊണ്ട് മോക്ഷം ഉള്ളതിനെ തിരിച്ചറിയലാണ് പ്രത്യഭിജ്ഞ. ഉള്ളതിനെ തിരിച്ചറിയലാണ് വാസ്തവത്തിൽ ഭാരതീയ ദർശനത്തിന്റെ തലത്തിൽ മോക്ഷം. അജ്ഞാനത്തിന്റെ തലത്തിലാണ് അത് സിദ്ധിക്കേണ്ടതാണ്, പ്രാപിക്കേണ്ടതാണ് എന്ന് നാം വ്യവഹരിക്കുന്നത്. പക്ഷേ ആത്യന്തിക ദിശയിൽ അവനവന്റെ സ്വരൂപത്തെ മറഞ്ഞിരിക്കുന്നതിനെ മാറ്റുക, അജ്ഞാനമാകുന്ന തിമിരത്തെ ഇല്ലായ്മ ചെയ്താൽ സ്വയം പ്രകാശിക്കുന്ന ആത്മസ്വരൂപം നമ്മുടെ മുന്നിൽ തെളിഞ്ഞു വരും എന്ന അർത്ഥത്തിലാണ് മുക്തിയെക്കുറിച്ച് ഭാരതീയ ദർശനങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. ഈ മുക്ത പുരുഷനെയാണ് നാം ധരിച്ചു വച്ചിരിക്കുന്ന ജീവൻ താൻ ശരീരമാണ് എന്ന്, ഇതിന്റെ അനുഭവങ്ങൾ എന്റേതാണ് എന്ന്, ഈ അനുഭവങ്ങൾ എല്ലാം എന്നെ ബാധിക്കുന്നുണ്ട് എന്ന്, അതുകൊണ്ടാണ് ഞാൻ ദുഃഖം അനുഭവിക്കുന്നതെന്ന് ഒക്കെ കരുതി ജീവൻ അനാദിയായ ഈ ബ്രഹ്മാവിന്റെയും അന്തകന്റെയും അഹോ ഡിപ്പാർട്ട്മെന്റിൽ കിടന്നമ്മേ ഞാൻ വലയുന്നിതെത്ര യുഗമായി, എന്നാണിതിന്മോചനം. ധർമാധർമ്മ പരീക്ഷണത്തിനൊടുവിൽ കാലന്റെ കച്ചേരിയിൽ ചെമ്മേ ഹാജരനിക്കിളച്ചു തരണേ എന്ന് ദേവിയോട് പ്രാർത്ഥിച്ച ഒരു കവി ഉണ്ടായിരുന്നു. എന്തായാലും ഇങ്ങനെ ഒരു വലിയ സന്തോഷത്തിന്റെ ആനന്ദത്തിന്റെ സ്വരൂപം ഇവിടെ ഉണ്ട് എന്ന്, ഒരു ആനന്ദക്കട്ട ഉള്ളിലുണ്ട് എന്ന് തിരിച്ചറിയാതെ ആനന്ദം അന്വേഷിച്ച് അലയുന്ന മനുഷ്യരാശിയോട് ഭാരതത്തിന്റെ ആചാര്യന്മാർ പറഞ്ഞു തരികയാണ്, ഒരു കൊമ്പിലിരിക്കുന്ന കിളിക്ക്, അമ്മ അമൃതാനന്ദമയ്യമ്മ പറയുന്ന ഒരു ഉദാഹരണമുണ്ട്. ഒരു കൊമ്പിലിരിക്കുന്ന കിളി എപ്പോഴും ജാഗ്രതയോടെ ഇരിക്കും. പ്രത്യേകിച്ചും ഉണക്കും ചുള്ളിക്കൊമ്പിലിരിക്കുന്ന കിളി എപ്പോഴും ജാഗ്രതയോടെ ഇരിക്കും. കാരണം ഒരു കാറ്റ് വരാം, ആ കിളിക്ക് വിശ്വാസം തന്റെ ചിറകുകളിലാണ്, താൻ ഇരിക്കുന്നിടത്തല്ല. താൻ ഇരിക്കുന്ന ഇടം എപ്പോഴും നശിച്ചു പോയേക്കാവുന്ന, താൻ ഇരിക്കുന്ന ഇടം എപ്പ വേണമെങ്കിലും കുലുക്കം തട്ടിയേക്കാവുന്ന ഒരിടമാണ്. ആ ഇടത്തിരുന്നു കൊണ്ട് തന്റെ ചിറകിൽ വിശ്വാസം അർപ്പിക്കുന്നു. കൊരങ്ങനാണെങ്കിൽ താഴെ വീണേന്. കൊരങ്ങനാണ് ആ മരക്കൊമ്പിൽ ഇരിക്കുന്നതെങ്കിൽ ഒരു വലിയ കാറ്റ് വന്നാൽ അല്ലെങ്കിൽ ഒരു ആഘാതമുണ്ടായാൽ അവൻ താഴെ വീഴും. പക്ഷെ കിളിയുടെ പ്രത്യേകത, പക്ഷിയുടെ പ്രത്യേകത അതല്ല. പക്ഷി താനിരിക്കുന്ന കൊമ്പിലല്ല ആശ്രയം കരുതിയിരിക്കുന്നത്, തന്റെ ചിറകിലാണ് പക്ഷി ആശ്രയം കരുതിയിരിക്കുന്നത്. ഭാഗവതം വാസ്തവത്തിൽ ഈ ബദ്ധനെയും മുക്തനെയും പരിചയപ്പെടുത്തുമ്പോ ഉപനിഷത്ത് പ്രസിദ്ധമായ പക്ഷിയുടെ ഉദാഹരണം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതിലേക്ക് നമുക്ക് കടക്കാം. പക്ഷെ ഭാഗവതം വാസ്തവത്തിൽ നമ്മെ ഈ പക്ഷികളെ പോലെ ആക്കാനാണ് ശ്രമിക്കുന്നത്. നാം ഇരിക്കുന്ന അനിത്യമസുഖം ലോകം, ഞാൻ
ഭയങ്കര അത്ഭുതപ്പെട്ടു പോയ ഒരു സംഭവം ഉണ്ട്. ഒരു കൊറോണ തുടങ്ങുന്നതിന് തൊട്ടു മുൻപ് ഈ ബസ്സുകാരൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ചിലപ്പോൾ ബസ്സിലൊക്കെ തത്വമസി എന്നൊക്കെ എഴുതി വെക്കും. ഓട്ടോറിക്ഷയുടെ പുറകിലും ഞാൻ നിന്നോട് കൂടെ ഉണ്ട് എന്നൊക്കെ എഴുതി വെക്കും. അത് നമ്മൾ വളരെ കൗതുകത്തോടെ വായിക്കാറുണ്ട്. പക്ഷെ ഞാൻ ഈ കൊറോണയ്ക്ക് വലിയ ലോക്ക്ഡൗൺ വരുന്നതിന്റെ തൊട്ട് തലേ ദിവസം പട്ടാമ്പിയിൽ നിന്നും തൃശ്ശൂർക്കൊരു സൂപ്പർ ഫാസ്റ്റ് പ്രൈവറ്റ് ബസ്സിൽ കയറിയിട്ട് വരികയായിരുന്നു. അപ്പൊ വരുന്ന വഴിക്ക് ഏകദേശം തൃശ്ശൂർ എത്താറായപ്പോഴാണ്, ആളുകളൊക്കെ കുറഞ്ഞു, തൃശ്ശൂർ എത്താറായപ്പോഴാണ് ആ ബസ്സിന്റെ മുകളിൽ എഴുതി വെച്ചിരിക്കുന്ന ഒരു വാക്യം ഞാൻ ശ്രദ്ധിച്ചത്. അനിത്യമസുഖം ലോകം ഇമം പ്രാപ്യ ഭജസ്വമാം. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഒരു പ്രൈവറ്റ് ബസ്സിൽ അനിത്യമാണ്, നിരന്തരം ചലിച്ചുകൊണ്ടിരിക്കുന്ന, നിരന്തരം ലോകത്ത് വ്യവഹരിച്ചു കൊണ്ടിരിക്കുന്ന അനിത്യമായ അസുഖമായ ഈ ലോകത്ത് വന്നിട്ട് ഇമം പ്രാപ്യ ഭജസ്വമാം. നീ എന്നെ വിശ്വസിക്കൂ, എന്നെ വിശ്വസിച്ചാൽ നിനക്ക് നിന്നെ വിശ്വസിക്കാനുള്ള കരുത്തുണ്ടാകും. കാരണം ഞാൻ തന്നെയാണ് നീ എന്ന് തിരിച്ചറിയും, ഞാനും നീയും ഒന്നെന്ന് തിരിച്ചറിഞ്ഞാൽ നിനക്ക് നിന്നിൽ വിശ്വാസം ഉണ്ടാകും. ശ്രീമദ് ഭാഗവതം, ഭാരതത്തിലെ ഇതിഹാസ പുരാണ വേദോപനിഷത് ഗ്രന്ഥങ്ങൾ നമ്മെ ഈ പക്ഷിയെ പോലെ കരുത്തുണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്. അനിത്യമാണ് ഈ ലോകം, അസുഖമാണ് ഈ ലോകം, അസ്വസ്ഥമാണ് ഈ ലോകം. ഇവിടെ ജീവിക്കുമ്പോൾ സ്വന്തം ചിറകിൽ കരുത്തുണ്ടാക്കിക്കൊണ്ട് ജീവിച്ചോളൂ. ഇവിടെ ജീവിക്കുമ്പോ ബാങ്ക് ബാലൻസ് ഉണ്ട്, മക്കൾ നോക്കാനുണ്ട്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, ഇത്ര ഡെപ്പോസിറ്റ് ഉണ്ട്, ആരോഗ്യമുണ്ട് എനിക്ക്. ഇതിലൊന്നും വിശ്വസിച്ചിട്ട് ഒരു കാര്യവുമില്ല. അവനവന്റെ ചിറകിൽ, അവനവന്റെ അടിസ്ഥാനമായ ചിറകിൽ ഈ ലോകത്തു നിന്നും എപ്പ വിടണമെന്ന് പറയുന്നു, ആ കമ്പിടിഞ്ഞു വീഴുന്നതിനു മുൻപ് സ്വന്തം ചിറകിൽ പറക്കാനുള്ള മുക്തന്റെ തലത്തിലേക്കാണ് ഭാഗവതം നമ്മെ കൊണ്ടെത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ മുക്തി എന്നത് ഭാരതീയ ദാർശനിക സിദ്ധാന്തം അനുസരിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു ആശയമാണ്. ഈ ആശയം മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് ബദ്ധനെയും മുക്തനെയും പരിചയപ്പെടാം. ശ്രീമദ് ഭാഗവതത്തിൽ ഉദ്ധവരും ഭഗവാനും തമ്മിൽ നടക്കുന്ന ഏറ്റവും ഹൃദയപൂർണമായ സംവാദത്തിൽ, ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ഏറ്റവും സഫലമായ സംവാദങ്ങൾ നടക്കുന്നത് അത് ജീസസ് ക്രൈസ്റ്റിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ശ്രീബുദ്ധനും ആനന്ദനും തമ്മിലുള്ള സംഭാഷണങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ഇതാ ഇവിടെ ഭഗവാനും ഉദ്ധവനും തമ്മിലുള്ള സംവാദം ഒരുപക്ഷെ ഭഗവാന്റെ സംവാദങ്ങളിൽ ഏറ്റവും സഫലമായ സംവാദം, ഏറ്റവും സാർത്ഥകമായ സംവാദം, ഹൃദയത്തോട് സംവദിക്കുന്ന സംവാദം, അത് ഉദ്ധവരുടേതാണെന്ന് നമുക്ക് മനസ്സിലാകും. കാരണം ഒരു വലിയ ആശയങ്ങളുടെ മാമലകൾ താഴ്വാരത്തിലേക്ക് ഇറങ്ങി വരികയാണ്. മാമലകൾ താഴ്വാരങ്ങളോട് സംവദിക്കുന്നത് പോലെയാണ് ഉദ്ധവനിലേക്ക് ഭഗവാനിൽ നിന്നും ഈ ജ്ഞാനം ഇങ്ങനെ ഇറങ്ങി വരുന്നത്. ആ തലത്തിൽ നിന്നുകൊണ്ടാണ് ഉദ്ധവ, നിനക്ക് ബദ്ധനെയും മുക്തനെയും ഞാൻ പരിചയപ്പെടുത്താം. നമ്മൾ ഇത്രയും നേരം സംസാരിച്ചത് മുഴുവൻ അത് തന്നെയായിരുന്നു. കാരണം ഭാഗവതം മുഴുവൻ സംസാരിക്കുന്നത് ബദ്ധനെയും മുക്തനെയും കുറിച്ചാണ്. ബദ്ധോ മുക്ത ഇതി വ്യാഖ്യ ഗുണതോ മേ നമസ്തുതഃ ഗുണസ്യ മായാമൂലത്വാത് ന മോക്ഷോ ന ബന്ധനം. ഭഗവാൻ പറയുന്നു, ഞാൻ ബദ്ധൻ മുക്തൻ എന്നതിനെ നിനക്ക് വ്യാഖ്യാനിക്കാം. ഇത് ഈ വ്യവഹാരം, ബദ്ധനെന്നും മുക്തനെന്നും വ്യവഹരിക്കുന്നത് വാസ്തവത്തിൽ രണ്ടും ഒന്നു തന്നെയാണ്. രണ്ടും ഒരേ അനുഭവത്തിന്റെ രണ്ട് തലങ്ങളാണ്. ഈ ബന്ധമുണ്ടാകുന്നത്, ഈ ഒരു ഇങ്ങനെ വ്യവഹരിക്കേണ്ടി വരുന്നത്, ബദ്ധനെന്നും മുക്തനെന്നും വ്യവഹരിക്കേണ്ടി വരുന്നത് ഗുണം നിമിത്തമാണ്. വസ്തുതഃ, വാസ്തവത്തിൽ അങ്ങനെ ഒരു വിഭജനത്തിന്റെ ആവശ്യമില്ല. അത് ഗുണം നിമിത്തമാണ്. എന്താ ഗുണം? ത്രിഗുണങ്ങളാണ്. അതെന്താ?
അതാണ് മായയ്ക്ക് കാരണമായിട്ടുള്ളത്. ഗുണസ്യ മായാമൂലത്വാത്, മായ കാരണമാണ് ഈ വ്യവഹാരമുണ്ടാകുന്നത്. മേ ന ബന്ധനം ന മോക്ഷഃ, എനിക്ക് ബന്ധവുമില്ല മോക്ഷവുമില്ല. അപ്പൊ അജ്ഞാനമാണ് ബന്ധത്തിനും കാരണം, അജ്ഞാനമാണ് മോക്ഷത്തിനും കാരണം. അജ്ഞാനമാണ് ബന്ധത്തിന് കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. കാരണം അജ്ഞാന നിമിത്തമാണ് നമുക്ക് ഈ പ്രപഞ്ച ബന്ധങ്ങൾ ഉണ്ടാവുന്നത്. എന്റെയാണെന്ന് കെട്ടിപ്പിടിക്കുന്നത്, വിട്ടുകൊടുക്കാൻ പറ്റാത്തത്, ഇത് എന്റെ സീറ്റാണ് എന്ന് വാശി പിടിക്കുന്നത്, ഞാൻ ഈ ലോകത്തുണ്ടാവണമെന്ന് കരുതുന്നതൊക്കെ അജ്ഞാന നിമിത്തമാണ് എന്നറിയാം. പക്ഷെ മോക്ഷം അജ്ഞാന നിമിത്തമാണോ എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. അവിടെ പറയുന്നു മോക്ഷം എവിടെയാണ് പ്രസക്തമാകുന്നത്? ബന്ധമുള്ളിടത്താണ് മോക്ഷം പ്രസക്തമാകുന്നത്. ഞാൻ ബന്ധനത്തിലാണ് എന്ന ഇടത്താണ് വാസ്തവത്തിൽ മോക്ഷം പ്രസക്തമാകുന്നത്. അല്ലെ, പശുക്കുട്ടിയെ കെട്ടിയിട്ടുള്ളത് കൊണ്ടാണ് ആ കെട്ടഴിച്ചാലേ അവൻ പോകൂ. ഒരു കഥ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഒരു പശുക്കുട്ടിയെ സ്ഥിരമായി ശീലിപ്പിച്ചിരുന്നത് വെള്ളം കൊടുക്കാനായിട്ട് കൊണ്ടുപോകുമ്പോ കെട്ടഴിച്ച് അയാളുടെ ഓണർ ആ വെള്ളം വെച്ചേക്കുന്നിടത്തേക്ക് വിടും. അപ്പൊ ഒരു ദിവസം അയാൾ ഉണ്ടായിരുന്നില്ല, അയാളുടെ മോനായിരുന്നു പശുവിനെ നോക്കാനുള്ള ചുമതല ഉണ്ടായിരുന്നത്. അപ്പൊ അവൻ പശുവിന്റെ കെട്ടഴിച്ചു, എന്നിട്ട് വെള്ളം അവിടെ ഉണ്ട്, പശു ഓടിപ്പോയി കുടിക്കും, ഇതവനറിയാം. പക്ഷേ അന്നത്തെ പ്രത്യേക ദിവസം അച്ഛനില്ലായിരുന്നു, മോനത്ര പരിചയമൊന്നും ഉണ്ടായിരുന്നില്ല. അയാള് പശുവിനെ കെട്ടിയിരുന്നില്ല, പശുവിനെ വെറുതെ അകത്തേക്ക് വിട്ടിടേ ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് വെള്ളം കൊണ്ടുവച്ചിട്ട് ഇയാള് പശുവിനോട് പറഞ്ഞു, കുടിക്കാൻ പറഞ്ഞു. പശു നിൽക്കുന്ന സ്ഥലത്ത് നനങ്ങൂല, പശു അവിടെ തന്നെ നിൽക്കുക. എത്ര നോക്കിയിട്ട് പശു നിൽക്കുന്ന സ്ഥലത്ത് നനങ്ങുന്നില്ല. അപ്പൊ അവന് മനസ്സിലായി, അവനൊരു ടെക്നിക്ക് പ്രയോഗിച്ചു. അവൻ ഈ കെട്ട് അച്ഛൻ ചെയ്യുന്നത് പോലെ, ഈ കെട്ട് അഴിക്കുന്നത് പോലെ ഒന്ന് അഭിനയിച്ചു. എന്നിട്ട് പശുവിനോട് പോകാൻ പറഞ്ഞപ്പോ പശു പോയി കുടിച്ചു. ഗുരു വാസ്തവത്തിൽ ചെയ്യുന്നത് ബന്ധിതനാണ് എന്ന് കരുതിയിരിക്കുന്ന ശിഷ്യന്റെ കെട്ടഴിക്കുന്നതായി ഗുരു ഒന്ന് ഭാവിക്കുള്ളൂ. വാസ്തവത്തിൽ കെട്ടിയിട്ടില്ലേ? കെട്ടേ ഇല്ലാത്തിടത്ത് നിന്നുകൊണ്ടാണ് എനിക്ക് സ്വാതന്ത്ര്യം വേണമെന്ന് ഞാൻ വിളിച്ചു പറയുന്നത്. സദാ സ്വതന്ത്രനായ അവസ്ഥയിൽ ജീവിക്കുന്ന ഒരാളാണ് എനിക്ക് ആരെങ്കിലും തരുന്ന സ്വാതന്ത്ര്യം വേണം എന്ന് വിളിച്ചു പറയുന്നത്. എനിക്ക് കുടുംബത്തിൽ നിന്ന് സ്വാതന്ത്ര്യം വേണം, എനിക്ക് ഭർത്താവിൽ നിന്ന് സ്വാതന്ത്ര്യം വേണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് സദാ മുക്തനാവാനുള്ള സാധ്യത ഉള്ളിൽ വെച്ചുകൊണ്ടാണ് ഞാൻ ബന്ധത്തെ പറ്റി സംസാരിക്കുന്നത്. അപ്പൊ പ്രപഞ്ചത്തിൽ ഓരോ നിമിഷവും ബന്ധിച്ചു കൊണ്ടിരിക്കുന്ന ബന്ധങ്ങൾ വാസ്തവത്തിൽ ബന്ധമുണ്ട് എന്ന് ധരിക്കുമ്പോഴാണ് മോക്ഷത്തിന് പ്രസക്തി ഉണ്ടാവുന്നത്. അപ്പൊ ഭഗവാനിൽ ഇത് രണ്ടും ഉണ്ടാകുന്നില്ല, ബന്ധവുമില്ല മോക്ഷവുമില്ല. ശോകമോഹവും സുഖം ദുഃഖം ദേഹോത്പത്തിശ്ചമായയാ, ഇതെല്ലാം ഈ ദ്വന്ദ്വങ്ങൾ മുഴുവനും ബന്ധം, മോഹം, സുഖം, ദുഃഖം, ദേഹം, ദേഹത്തിന്റെ ഉത്പത്തി, ദേഹത്തിന്റെ നാശം, ഇതൊക്കെ സംഭവിക്കുന്നത് മായ കൊണ്ട് സംഭവിക്കുന്നതാണ്. സ്വപ്നത്തിൽ ഉണ്ടായതുപോലെ. ഇതൊരു വലിയ ദൃഷ്ടാന്തമാണ് ശ്രീമദ് ഭാഗവതം നമുക്ക് പറഞ്ഞു തരുന്നത്. ജനകന്റെ ഒരു പ്രസിദ്ധമായ കഥയുണ്ട്. ജനകൻ നമുക്കെല്ലാവർക്കും അറിയാം, ഭാരതീയ ദാർശനിക ചിന്തയിൽ ഏറ്റവും ഉന്നതമായ സ്ഥാനം അലങ്കരിച്ചിരുന്ന ആചാര്യശ്രേഷ്ഠനാണ് ജനകൻ. ജനകൻ ഒരു ദിവസം വളരെ സ്വസ്ഥമായ അവസ്ഥയിൽ ഉറങ്ങാൻ കിടന്നു. ഉറക്കത്തിന്റെ അഗാധതയിലേക്ക് നീണ്ടുപോയ ജനകൻ ഒരു സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തിൽ പെട്ടെന്നൊരു വലിയ യുദ്ധമുണ്ടാകുന്നു. ആ യുദ്ധം കനക്കുന്നു. തന്റെ രാജ്യം മുഴുവൻ ശത്രുരാജ്യം ആക്രമിക്കുന്നു. ജനങ്ങൾ മുഴുവനും അസ്വസ്ഥരാകുന്നു, ജനങ്ങൾ മുഴുവൻ പരിഭ്രാന്തരാകുന്നു, നാലുപാടും ഓടുന്നു. ജനകൻ വേഗം ഉറക്കത്തിൽ നിന്നും ആയുധങ്ങളും വാളുമൊക്കെ എടുക്കുന്നു, സൈന്യത്തെ മുഴുവൻ സംഘടിപ്പിക്കുന്നു, ചാടി പുറത്തിറങ്ങുന്നു, ഗംഭീരമായി യുദ്ധം ചെയ്യുന്നു. പക്ഷേ ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന യുദ്ധമാണെങ്കിൽ കൂടി ജനകന്റെ രാജ്യം ശത്രുരാജ്യത്തോട് പരാജയപ്പെടുന്നു. ജനകൻ സ്ഥാനഭ്രഷ്ടനായി പോകുന്നു. അങ്ങനെ ഒറ്റ രാത്രി കൊണ്ട്
ജീവിതത്തിലെ സ്വത്തും സമ്പത്തും കൊട്ടാരവും അനുഭവങ്ങളും എല്ലാം നഷ്ടപ്പെട്ട് കാട്ടിൽ അലയുകയാണ് ഈ മഹാരാജാവ്. 2-3 ദിവസം കഴിഞ്ഞു. കാട്ടിലൊരു വെള്ളം പോലും കിട്ടാതെ പ്രാകൃതമായി വസ്ത്രമൊക്കെ കീറിത്തുടങ്ങി. കാരണം യുദ്ധം കഴിഞ്ഞു വരികയാണ്. ദേഹം മുഴുവൻ പൊട്ടിയിട്ടുണ്ട്, വസ്ത്രമൊക്കെ കീറിയിട്ടുണ്ട്. അങ്ങനെ വസ്ത്രമൊക്കെ കീറി അവശനായി ഒരൽപ്പം വെള്ളം കിട്ടാനായി അലഞ്ഞലഞ്ഞു നോക്കുമ്പോ ഒരു ഗ്രാമം തൊട്ടു മുന്നിൽ കാണുന്നുണ്ട്. കാട്ടിൽ കൂടെയാ വരുന്നത്. ഒരു ഗ്രാമം തൊട്ടു മുന്നിൽ കാണുന്നുണ്ട്. ഈ ഗ്രാമത്തിലേക്ക് ഓടിയെത്തുന്നു അദ്ദേഹം. അപ്പൊ അവിടെ ഒരു സമൂഹ സദ്യ നടക്കുകയായിരുന്നു. ആ സമൂഹ സദ്യയിൽ എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുന്നുണ്ട്. അപ്പോ ഈ മഹാരാജാവായ ജനകൻ ഈ ഭക്ഷണം വാങ്ങുന്നതിന് വേണ്ടിയിട്ട് ഈ വരിയിൽ നിന്ന് തൻ്റെ ഊഴമെത്തിയപ്പോ ഭക്ഷണം തീരാറായി. ഏറ്റവും അവസാനത്തെ കുറച്ച് അന്നം ഒരു ഇലയിൽ ഇദ്ദേഹത്തിന് കൊടുത്തു. ഈ ഇലയും കയ്യിൽ പിടിച്ചുകൊണ്ട് കൈ കഴുകി ഭക്ഷണം കഴിക്കാനായി ഇദ്ദേഹം പോകുമ്പോൾ തൻ്റെ കയ്യിൽ നിന്നും ഈ ഇല ഒരു കാക്ക തട്ടിപ്പറിച്ചുകൊണ്ട് പോവാണ്. അപ്പൊ 5 ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട് ജീവിതം മുഴുവനും നശിച്ച നിരാശയിൽ ഇദ്ദേഹം അസ്വസ്ഥനായി ഉറക്കെ നിലവിളിക്കുമ്പോൾ യാചകനായി അലഞ്ഞു തിരിഞ്ഞ ജനക മഹാരാജാവ് ഞാനിനി എന്തു ചെയ്യേണ്ടു എന്ന് ഉറക്കെ നിലവിളിക്കുമ്പോൾ മഹാരാജ്ഞി അടുത്തു വന്ന് വിളിച്ചു, അങ്ങ് എന്താണ് ഉറക്കത്തിൽ നിലവിളിക്കുന്നത്? നോക്കുമ്പോ താൻ തൻ്റെ കൊട്ടാരത്തിലെ ആ കട്ടിലിൽ തന്നെയാണ് കിടക്കുന്നത്. ആ സപ്രപഞ്ചക്കട്ടിലിൽ തന്നെയാണ് കിടക്കുന്നത്. ഞാൻ നിലവിളിക്കുകയായിരുന്നല്ലോ, എനിക്ക് എന്തു പറ്റി? ജനകൻ പിന്നീടുള്ള ദിവസങ്ങളിൽ മുഴുവൻ അസ്വസ്ഥനായിരുന്നു. താനൊരു യാചകനായി മാറിയ, ഒന്നുമില്ലാത്തവനായി മാറിയ, കാക്ക തന്റെ അവസാനത്തെ അന്നം പോലും എടുത്തുകൊണ്ടു പോകുന്ന ദുഃഖമറിഞ്ഞ ജനകൻ അസ്വസ്ഥനായി ചിന്താമഗ്നനായി യാജ്ഞവൽക്യ ഋഷിയെ സമീപിക്കുകയാണ്. യാജ്ഞവൽക്യനോട് ജനകൻ ചോദിച്ച ചോദ്യം ഇതായിരുന്നു, ഈ എല്ലാ സൗഭാഗ്യങ്ങളും അനുഭവിക്കുന്ന മിഥിലാധിപനായ ജനകനാണോ സത്യം, അതോ ഒന്നുമില്ലാതെ രാജ്യം നഷ്ടപ്പെട്ട് പടയാളികൾ മരിച്ച് കാട്ടിലലഞ്ഞ് ഒരു വരിയിൽ നിന്ന് അല്പം അന്നത്തിന് വേണ്ടി കൈനീട്ടിയ ആ യാചകനാണോ സത്യം? ചിയാങ്സു ഒരു സ്വപ്നം കണ്ടു. ചൈനീസ് കഥയാണ്. സ്വപ്നത്തിൽ ചിയാങ്സു ഒരു പൂമ്പാറ്റയായി മാറി. പൂമ്പാറ്റയായി പറന്നു നടക്കുകയായിരുന്നു ചിയാങ്സു. അപ്പൊ ഒരു പക്ഷി വന്ന് പൂമ്പാറ്റയെ പിടിക്കാൻ വന്നു. പൂമ്പാറ്റ എങ്ങനെയൊക്കെയോ പക്ഷിയുടെ വായിൽ നിന്നും രക്ഷപ്പെട്ട് ഓടി അലച്ച് തൻ്റെ ചിറകിട്ടടിച്ച് താൻ ഭയന്നു വിറച്ച് തൻ്റെ കൂടിനടുത്തേക്ക് വന്നപ്പോ പിന്നീടും ആ പക്ഷി പിന്തുടരുന്നുണ്ട് എന്ന് മനസ്സിലാക്കി ഭയന്നിരിക്കുമ്പോൾ ഇയാൾ കണ്ണു തുറന്നു. ഹാവു, ഞാൻ പൂമ്പാറ്റയായിരുന്നില്ല, ഞാൻ ചിയാങ്സു ആയിരുന്നു. അന്നു മുതൽ ചിയാങ്സുവിനൊരു വലിയ സംശയമുണ്ടായി. പൂമ്പാറ്റ കണ്ട സ്വപ്നമാണോ ചിയാങ്സു, അതോ ഞാൻ കണ്ട സ്വപ്നമാണോ പൂമ്പാറ്റ? ജനകൻ കണ്ട സ്വപ്നമാണോ യാചകൻ, അതോ യാചകൻ കണ്ട സ്വപ്നമാണോ ജനകൻ? ഈ അനുഭവത്തിൽ നിന്നാണ് ജനകൻ അഷ്ടാവക്ര മഹർഷിയെ സമീപിക്കുന്നത്. അപ്പൊ നമ്മൾ കണ്ട സ്വപ്നമാണോ ഇപ്പൊ നമ്മൾ അനുഭവിച്ചു, ആരോ ഒരാൾ കണ്ട സ്വപ്നമാണോ നമ്മൾ ഇപ്പൊ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്? ഭാഗവത സത്രം 42ാമത്തെ സത്രം, നമ്മൾ നല്ല ഡ്രസ്സൊക്കെ ഇട്ടു, നമ്മൾ സാരിയെ കൊടുത്തു, നമ്മൾ മുമ്പിൽ പോയി, നമ്മളൊരു പ്രഭാഷണം കേട്ടു, അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ നല്ല സദ്യ ഉണ്ടു, ആ സദ്യ ഉണ്ടോണ്ടിരിക്കുമ്പോ നമ്മൾ ഉണർന്നു. ഏതോ ഒരു മനുഷ്യൻ എവിടെയോ ഇരുന്നു കൊണ്ട് കണ്ട സ്വപ്നമാണോ ഞാൻ, അതോ ഞാൻ കണ്ട സ്വപ്നമാണോ അയാൾ? ജനകൻ
ചോദിച്ചത് ഇതാണ്: ജനകൻ കണ്ട സ്വപ്നമാണോ ആ യാചകൻ, അതോ ആ യാചകൻ കണ്ട സ്വപ്നമാണോ ഈ രാജാവ്? അഷ്ടാവക്ര മഹർഷി മറുപടി പറഞ്ഞത്, ഇതു രണ്ടും, സ്വപ്നവും നീ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതും ഒരേപോലെ മിഥ്യയാണ്. സ്വപ്നത്തിലുള്ള ആൾക്ക് ജാഗ്രത്തിലേക്ക് ഉണരുമ്പോ, ഹാവു എന്നെ ആ വണ്ടി ഇടിച്ചില്ല, ഭാഗ്യം, ഹാവു ആ കാർ എന്നെ ഇടിച്ചില്ല, ആ പശു എന്നെ കുത്തിയില്ല, ഞാൻ പരീക്ഷയ്ക്ക് തോറ്റില്ല, ഞാൻ ഭാഗ്യം, ഞാൻ ഇപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇരിക്കുന്നത് എന്ന സമാധാനം തോന്നുന്നത് പോലെയാണ് ഉന്നതമായ മറ്റൊരു തലത്തിലേക്ക്, മനനത്തിന്റെ തലത്തിലേക്ക്, ഉന്നതമായ ഒരിടത്തേക്ക് പോകുമ്പോൾ ഈ ജീവിതത്തെ കുറിച്ച് നമുക്ക് തോന്നുന്നു. അപ്പൊ യാജ്ഞവൽക്യൻ പറഞ്ഞു, ഇത് രണ്ടും നിന്നെ സംബന്ധിച്ചിടത്തോളം ഭ്രമാനുഭവങ്ങളാണ്. സ്വപ്നത്തിലെ യാചകനും ഭ്രമമാണ്, ഇപ്പോഴുള്ള ജനകനും ഭ്രമമാണ്. വാസ്തവത്തിൽ നീ കേവലം ജീവൻ മാത്രമാണ്. അതുകൊണ്ട് ഇതൊരു സ്വപ്നമാണോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ, ഈ സത്രം ഒരു സ്വപ്നമാണോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ ഒരു അനുഭവത്തിനുള്ളിൽ നിന്നുകൊണ്ടാണ് ഉദ്ധവർക്ക് ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നത്, ബന്ധവും മോക്ഷവും ഒരു ജീവന് മായയുടെ സംസർഗം കൊണ്ട് സംഭവിക്കുന്നതാണ്. സ്വപ്നത്തെയും ജാഗ്രത്തിനെയും പോലെ ബന്ധവും മോക്ഷവും നിനക്ക് സംഭവിക്കുന്നത് അജ്ഞാനം കൊണ്ടാണ്. പ്രസിദ്ധമായ ഉദ്ധവോപദേശത്തിലെ പ്രസിദ്ധമായ വാക്യം, വിദ്യാവിദ്യേ മമതനു വിദ്യുത്തവ ശരീരിണാം ബന്ധമോക്ഷകരീ ആദ്യേ മായയാ മേ വിനിർമ്മിതേ. ഹേ ഉദ്ധവ, മായയാ വിനിർമ്മിതേ, എന്റെ മായ കൊണ്ട് ഞാൻ നിർമ്മിച്ചിട്ടുള്ള ആദ്യേ, ആദിയുള്ള, ആദ്യകളായ ശരീരിണാം, ശരീരികൾക്ക് ബന്ധത്തെയും മോക്ഷത്തെയും ഉണ്ടാക്കി തീർക്കുന്ന വിദ്യയും അവിദ്യയും മമതനു, എന്റെ തന്നെ ഭാവമാണ് എന്ന് നീ അറിയൂ. വിദ്യയും അവിദ്യയും ഞാൻ തന്നെയാണ് എന്നറിയൂ എന്ന് ഉദ്ധവർക്ക് പറഞ്ഞു കൊടുക്കുന്നു. ഇതിൽ ബന്ധ മോക്ഷ ബന്ധകരീ, ബന്ധങ്ങളെയും മോക്ഷങ്ങളെയും ഉണ്ടാക്കി തീർക്കുന്ന വിദ്യയും അവിദ്യയും ഞാൻ തന്നെയാണ് എന്ന് നീ അറിയൂ എന്ന് ഉദ്ധവർക്ക് പറഞ്ഞു കൊടുക്കുന്നു. അപ്പൊ ബന്ധവും ബദ്ധനും മുക്തനും ഒരേ അവസ്ഥയുടെ തന്നെ, അജ്ഞാനത്തിന്റെ തന്നെ രണ്ട് ഭാവങ്ങളാണ്. ബന്ധമുണ്ടെങ്കിലേ മോക്ഷത്തിന് പ്രസക്തിയുള്ളൂ. ഭാരതീയ ആചാര്യന്മാർ നമുക്ക് പറഞ്ഞു തരുന്നത്, മോക്ഷം പ്രസക്തമാവുന്നത് നിങ്ങൾ എത്ര കാലം ബന്ധിതനാണ് എന്ന് വിചാരിച്ചു കൊണ്ടിരിക്കുന്നോ അത്ര കാലമേ മോക്ഷത്തിന് പ്രസക്തിയുള്ളൂ. ഒരു ആധുനിക മനഃശാസ്ത്രജ്ഞന്മാർ ഒരു ഫിഷ് ടാങ്ക് എക്സ്പെരിമെന്റിനെ കുറിച്ച് പറയുന്നുണ്ട്. ഒരു ഫിഷ് ടാങ്കിൽ, ഒരു അലങ്കാര മത്സ്യത്തിന്റെ ടാങ്കിൽ മത്സ്യങ്ങളെ കുറെ എണ്ണത്തിനെ കൊണ്ടിട്ടത്രേ. എന്നിട്ട് ഒരു പരീക്ഷണത്തിന്റെ ഭാഗമായി ഒരു ഗ്ലാസ് കൊണ്ടുള്ള ഒരു പാർട്ടീഷൻ അതിലുണ്ടാക്കി. ഈ ഗ്ലാസ് പാർട്ടീഷൻ ഉണ്ടാക്കിയിട്ട് എല്ലാ ദിവസവും മത്സ്യങ്ങൾ ഇപ്പുറത്തും ഗ്ലാസ് പാർട്ടീഷന്റെ അപ്പുറത്ത് ഭക്ഷണം ഇട്ട് കൊടുക്കും. എല്ലാ മത്സ്യവും ഇവിടെ, ഭക്ഷണം അപ്പുറത്തിട്ട് കൊടുക്കും. അപ്പൊ ആദ്യത്തെ ദിവസം ഈ മത്സ്യങ്ങൾ ഭക്ഷണം കഴിക്കാനായി വന്നു, ഈ ഗ്ലാസ് പാർട്ടീഷനിൽ തട്ടി തിരിച്ചുപോയി, ഭക്ഷണം എടുത്തില്ല. രണ്ടാമത്തെ ദിവസവും ഇത് തന്നെ സംഭവിച്ചു. മത്സ്യങ്ങൾ വന്നു, ഗ്ലാസ് പാർട്ടീഷനിൽ തിരിച്ചുപോയി, ഭക്ഷണം കിട്ടിയില്ല. മൂന്നാമത്തെ ദിവസം ഇവരെന്ത് ചെയ്തു? ഈ ഗ്ലാസിന്റെ വിഭജനം എടുത്തു മാറ്റി എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കാവുന്ന രീതിയിലാക്കി. പക്ഷേ കാലങ്ങളായുള്ള, മത്സ്യങ്ങളെ സംബന്ധിച്ച് 2 ദിവസം, മനുഷ്യനെ സംബന്ധിച്ച് കാലങ്ങളായുള്ള ഈ ബന്ധനത്തിന്റെ അനുഭവം ഉള്ളിൽ നിൽക്കുന്നത് കൊണ്ട്, ജീവന്റെ അനാദിയായുള്ള ബന്ധനാനുഭവം ഇയാളുടെ ഉള്ളിൽ നിൽക്കുന്നത് കൊണ്ട് മോക്ഷമെന്ന ഒരു സാധ്യതയെ മനുഷ്യൻ മറന്നുപോയിരിക്കുന്നു. ഈ മത്സ്യങ്ങൾ എന്താണെന്നറിയോ ചെയ്തത്? ഈ ഗ്ലാസ് പാർട്ടീഷൻ എടുത്തു മാറ്റിയിട്ട് ഭക്ഷണം അവിടെ ഇട്ടുകൊടുത്തു. പക്ഷേ ഈ ഗ്ലാസ് ടെംബ്ലറിൽ ഉണ്ടായിരുന്ന 12 മത്സ്യങ്ങളും ഇന്നലെ എവിടെ വരെ ഗ്ലാസ് പാർട്ടീഷൻ ഉണ്ടായിരുന്നോ അവിടം വരെ വന്നു നിൽക്കും, തിരിച്ചു പോകും. വീണ്ടും അവിടെ വന്നു നിൽക്കും, തിരിച്ചു പോകും.
ആ പാർട്ടീഷ്യൻ ഇല്ലാത്തിടത്തുകൂടി തൻ്റെ ഭക്ഷണത്തിലേക്ക് കടന്നുപോയി അതെടുത്തു കഴിക്കാനുള്ള വാസന അയാളിൽ ഇല്ലാതായിരിക്കുന്നു. അതുകൊണ്ട് സദാ സ്വാതന്ത്ര്യമുള്ള മോക്ഷമെന്ന അവസ്ഥയെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്ന ആചാര്യന്മാർ പറയുന്നു, നിങ്ങൾ ബന്ധിതരാണ് എന്ന്. തൊട്ടപ്പുറത്ത് ഭക്ഷണമുണ്ടായിട്ടും അതെടുക്കാതെ മരിച്ചുപോയ മത്സ്യങ്ങളെ പോലെ നിങ്ങൾ മോക്ഷത്തിന്റെ സാധ്യതയെ തിരിച്ചറിയുന്നില്ല. അഥ ബദ്ധസ്യ മുക്തസ്യ വൈലക്ഷണ്യം വദാമി തേ, നിനക്ക് മോക്ഷത്തിന്റെയും ബന്ധത്തിന്റെയും വൈലക്ഷണ്യം പറഞ്ഞു തരാം എന്ന് പറഞ്ഞുകൊണ്ട് ഭാഗവതം ഉപനിഷത് സാരമായതുകൊണ്ട് തന്നെ ഉപനിഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മുണ്ടകോപനിഷത്തിലെ ദ്വാസുപർണ സയുജ സഖായ സമാനം വൃക്ഷമഭിഷസ്വജാതേ തയോരേക പിപ്പലം സ്വാദ്വത്തി അനശ്നന്യോ അഭിജാതശീകി എന്ന മുണ്ടക മന്ത്രത്തെ അതേപടി അനുവദിക്കുകയാണ് ശ്രീമദ് ഭാഗവതത്തിൽ. സുപർണാവേതൗ സദൃശൗ സഖായൗ യദൃച്ഛയേതൗ കൃതനീഡവൃക്ഷേ ഏകസ്തയോ ഘാതതി പിപ്പലാന്നം അന്യോ നിരന്നോപി ബലേന ഭൂയാത്. ഒരു പിപ്പല വൃക്ഷം, മനോഹരമായ ഒരാൽവൃക്ഷം. ഈ പിപ്പല വൃക്ഷത്തിൽ, സമാനമായ പിപ്പല വൃക്ഷത്തിൽ ഏതൗ സുപർണൗ, രണ്ട് മിടുക്കികളായ മനോഹരികളായ സുപർണങ്ങൾ, പക്ഷികൾ ഇരിക്കുന്നുണ്ട്. തയോഹോ ഏകഹ, ആ വൃക്ഷത്തിൽ രണ്ട് തത്തകളുണ്ട്, രണ്ട് പക്ഷികളുണ്ട്. അതിൽ ഒരു പക്ഷി ആ പിപ്പലത്തിന് ഇന്ദ്രിയ സുഖങ്ങൾ എന്നർത്ഥമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പിപ്പലത്തിന്റെ മനോഹരമായ സ്വാദുള്ള പിപ്പലത്തിന്റെ ഫലത്തെ സ്വാദ്വത്തി, അതിനെ കഴിച്ചുകൊണ്ടേയിരിക്കുന്നു. ഒരു പക്ഷി അതിൻ്റെ സ്വാദുള്ള ആലിൻകുരുക്കളെ, ആൽപ്പഴങ്ങളെ കഴിച്ചുകൊണ്ടേയിരിക്കുന്നു. അന്യഹ നിരന്നഹ അപി, രണ്ടാമത്തെ പക്ഷി ഈ പിപ്പലത്തിൽ കേവലം ശാന്തനായിരിക്കുന്നു. നിരന്നഹ, അതിലെ ഭക്ഷണം കഴിക്കുന്നേയില്ല, പക്ഷേ ശാന്തനായിരിക്കുന്നു. ബലേന ഭൂയാത്, എന്നാൽ ഭക്ഷണം കഴിക്കുന്നില്ലെങ്കിൽ കൂടി അവൻ ശക്തനായിരിക്കുന്നു. ഇതാണ് ഭാഗവതം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ബിംബം എന്ന് പറയുന്നത്. ഒരു വൃക്ഷം, ആ വൃക്ഷത്തിൽ അനേക ശാഖോപശാഖകൾ, വലിയൊരു പിപ്പല വൃക്ഷം. ആ പിപ്പല വൃക്ഷത്തിൽ രണ്ട് പക്ഷികൾ. ഇതിൽ ഒരു പക്ഷി ഈ പിപ്പലാന്നത്തെ സ്വാദോടെ ആസ്വദിച്ച് കഴിച്ച് ആനന്ദിച്ച് തിമിർത്തിരിക്കുന്നു. മറ്റേ പക്ഷി കേവലം സാക്ഷിയായി ഈ ജീവിതാനുഭവങ്ങളെ മുഴുവൻ നോക്കിക്കൊണ്ട് കേവലം സാക്ഷിയായി ഈ അന്നം ഭക്ഷിക്കാതിരിക്കുന്നു. പക്ഷേ അവൻ ബലവാനായി കാണപ്പെടുന്നു. ഈ ബിംബത്തെ മനസ്സിൽ വെച്ചുകൊണ്ട് അവനവന്റെ ജീവിതത്തിലേക്ക് വരാം. ശരീരം എന്ന വൃക്ഷത്തിൽ, നമ്മുടെ തന്നെ ശരീരം എന്ന വൃക്ഷത്തിൽ, ഹൃദയം എന്ന കൂട്ടിൽ മായ നിമിത്തം ബന്ധിതരായി രണ്ട് പക്ഷികൾ, ജീവനും ഈശ്വരനും. ഈ രണ്ട് പക്ഷികൾ ഒരേ ഇടത്താണ്, ഒന്ന് തന്നെയാണ്. അതിൽ ഒരാൾ ജീവിതാന്നത്തെ മതിയാവോളം ആസ്വദിച്ചിരിക്കുന്നു, ഫലങ്ങളെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു, കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. കർമ്മങ്ങളുടെ ഫലത്തെ അനുഭവിച്ച് വീണ്ടും വീണ്ടും കർമ്മഫലത്തിലേക്ക് മുഴുകിക്കൊണ്ടിരിക്കുന്നു. മറ്റേ പക്ഷി
ഈ ഫലമൊന്നും അനുഭവിക്കാതെ ശാന്തനായി, എന്നാൽ ബലവാനായി, അനുഭവിക്കാത്തതിന്റെ, ആസ്വദിക്കാത്തതിന്റെ സാക്ഷിഭാവത്തിന്റെ ബലത്തോടു കൂടിയിട്ട് രണ്ടാമത്തെ പക്ഷി ഇരിക്കുന്നു. യോഗശാസ്ത്രം ഈശ്വരനെ നിർവചിക്കുന്നത് ഇങ്ങനെയാണ്: ക്ലേശം, കർമ്മം, കർമ്മവിപാകം, ആശയം, ഇവയെ കൊണ്ടൊന്നും പരാമർശിക്കപ്പെടാത്ത പുരുഷനാണ് ഈശ്വരൻ. ക്ലേശമില്ല, കർമ്മമില്ല, കർമ്മമില്ലാത്തത് കൊണ്ട് കർമ്മത്തിന്റെ ഫലവുമില്ല. ഈ ലോകത്ത് വ്യവഹരിക്കുമ്പോഴും, ഈ ലോകത്ത് ഇടപെടുമ്പോഴും പത്മപത്രമിവാംഭസ, താമരയിലെ വെള്ളത്തിനുള്ളിലാണ് കിടക്കുന്നത്. താമരയിലെ വെള്ളത്തോട് ഇടപെട്ടുകൊണ്ടാണ് കിടക്കുന്നത്. താമരയിലെ വെള്ളവുമായി ഏറ്റവും സമ്പർക്കം പുലർത്തുന്നത് താമരയിലെയാണ്. പക്ഷേ വെള്ളവുമായി യാതൊരു ബന്ധവുമില്ലാതെ ആ താമരയിലെ സ്ഥിതി ചെയ്യുന്നത് പോലെ ഈ ശരീരത്തിൽ സ്ഥിതി ചെയ്തുകൊണ്ട് നമുക്ക് മുക്താവസ്ഥയിലേക്ക്, ശരീരത്തിന്റെ അനുഭവങ്ങളിൽ നിന്നും ഫലാനുഭവങ്ങളിൽ നിന്നും ഈ പിപ്പലത്തെ ആഹരിക്കാതെ ബലവാനായിരിക്കാം. ഇതാണ് ബദ്ധനെയും മുക്തനെയും ഭഗവാൻ അവതരിപ്പിച്ചിട്ടുള്ളത്. മനോഹരമായ ഉപനിഷത് പ്രസിദ്ധമായ കൽപ്പന കൊണ്ട് ആത്മാനമന്യം സച വേദവിദ്വാൻ അപിപ്പലാദോ സത്നതു പിപ്പലാദഃ യോ അവിദ്യയായുക് സതു നിത്യബദ്ധഃ വിദ്യാമയോ യതു നിത്യമുക്തഃ. ബദ്ധനെയും മുക്തനെയും നമുക്ക് പറഞ്ഞു തരുന്നു. അപിപ്പലാദൻ, ആലിൻപഴങ്ങളെ തിന്നാതിരിക്കുന്ന, ഇന്ദ്രിയ സുഖങ്ങളുടെ ഇടയിൽ ജീവിക്കുമ്പോഴും അതിൽ നിന്നും കൃത്യമായ ഉന്നത തലത്തിലിരുന്നു കൊണ്ട് ഈ ലോകത്തെ മുഴുവനും നോക്കിക്കാണുന്ന, അനുഭവങ്ങളിൽ നിന്നും സാക്ഷിയായി അപിപ്പലാദനായി മാറി നിൽക്കുന്ന വിദ്വാൻ സഹ ആത്മാനം അന്യം ച വേദ, അവനാണ് അറിയുന്നവൻ. ഇനിയോ ആ പിപ്പലാദനോ, ഈ പിപ്പലത്തെ സ്വാദോടുകൂടി ആഹരിച്ചു കൊണ്ടിരിക്കുന്നവനോ? നമ്മൾ പുതിയ കുട്ടികളോടൊക്കെ വേദാന്തം പഠിപ്പിക്കുമ്പോഴായാലും ജീവിതം പഠിപ്പിക്കുമ്പോൾ, ജീവിതത്തെ കുറിച്ച് പഠിപ്പിക്കല്ല സംസാരിക്കുമ്പോൾ, ജീവിതത്തെ കുറിച്ച് സംസാരിക്കുമ്പോഴായാലും കുട്ടികൾ പറയും, ഈ ലോകത്തെ എല്ലാ അനുഭവങ്ങളും തന്നിട്ടുള്ളത് നമുക്ക് അനുഭവിക്കാനല്ലേ. ഭക്ഷണത്തിൽ നിയന്ത്രണം വരുത്തണമെന്ന് കുട്ടികളോട് പറഞ്ഞു നോക്കൂ. സാത്വികമായ ഭക്ഷണം കഴിക്കണമെന്ന് പറഞ്ഞു നോക്കൂ. മധുരത്തിൽ നിയന്ത്രണം വരുത്തണമെന്ന് പറഞ്ഞു നോക്കൂ. ചോക്ലേറ്റ് കഴിക്കരുതെന്ന് പറഞ്ഞു നോക്കൂ. ആ മൊബൈലിൽ നിന്നൊന്ന് കണ്ണെടുത്ത് ഈ അമ്മ തരുന്ന ഭക്ഷണം ഒന്ന് കഴിക്കണമെന്ന് പറഞ്ഞു നോക്കൂ. കൊച്ചുകുട്ടി മുതൽ അതിനെ നിരാകരിക്കുന്നത് കാണാം. കുറച്ചുകൂടെ വലുതാവുമ്പോ ചോദിക്കും, ഇന്ന് ഏറ്റവും കൂടുതൽ മൊബൈലിലോ റീലുകളിലോ ഒക്കെ നമുക്ക് കാണുന്നത് ഫുഡ് വ്ളോഗേഴ്സിനെയാണ് അല്ലെ. പിപ്പലാദന്മാരെയാണ് നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ലോകത്തിൽ നിന്നും അവസാന സ്വാദ് വരെ ഞാൻ ഊറ്റിയെടുത്തിട്ടേ ഞാൻ ഈ ലോകത്ത് നിന്ന് കടന്നു പോകൂ എന്ന് അനുഭവിച്ച് ജീവിക്കുന്നവരെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മളായി നിർത്തിയില്ലെങ്കിൽ പ്രകൃതിയായി നിർത്തിക്കും എന്നതിന്റെ സൂചനയാണ് ചിലപ്പോ രോഗമായി, ചിലപ്പോ ഷുഗറായി, ചിലപ്പോ പ്രഷറായി, ചിലപ്പോ മുട്ടുവേദനയായി, ചിലപ്പോ നടുവേദനയായി, ചിലപ്പോ അസുഖങ്ങളായി വരുന്നത്. അപ്പൊ ഭോഗത്തെ പ്രകൃതി എടുത്തു മാറ്റുന്ന ഒരു തലം നമുക്കുണ്ടാകും. അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഭോഗത്തെ പ്രകൃതിയായിട്ട് എടുത്തു മാറ്റുന്ന ഒരു ദിവസം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകും. ബുദ്ധിമാന്മാരുടെ വഴി എന്താണെന്നറിയോ? ബുദ്ധിയുള്ളവന്റെ, ആത്മാഭിമാനമുള്ളവന്റെ വഴി നീയായി എടുത്തു മാറ്റുന്നത് ചിലപ്പോ നമുക്ക് സഹിക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. നമ്മൾ അറിയാതെ നമ്മളിൽ നിന്നും ഒരു സൗഭാഗ്യത്തെ മറ്റൊരാൾ എടുത്തു മാറ്റുന്നത് നമുക്ക് സഹിക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അത് വളരെ ഭയജനകമായ അവസ്ഥയായിരിക്കും. അതുകൊണ്ട് ബുദ്ധിമാന്റെ വഴി നീയായി എടുത്തു മാറ്റുന്നതിന് മുൻപ് ഞാനായി പതുക്കെ പതുക്കെ നിയന്ത്രിക്കാൻ എനിക്കറിയാം എന്നതാണ് ബുദ്ധിമാന്റെ വഴി. ഷുഗർ തന്നിട്ട് ഇനി ഒരിക്കലും മധുരം തുടരുത് എന്ന് പറയുന്നതിലും ഏറ്റവും നല്ലത്
ജീവിതത്തിന്റെ ആദ്യകാലം മുതലേ അല്പാൽപമായി ഭോഗങ്ങളെ നിയന്ത്രിക്കാൻ ശീലിക്കുകയാണ്. വാസ്തവത്തിൽ നമ്മുടെ ഒരു ജീവിതക്രമത്തിൽ ബ്രഹ്മചര്യത്തിനും ഗൃഹസ്ഥാശ്രമത്തിനും വാനപ്രസ്ഥത്തിനും സന്യാസത്തിനും സ്ഥാനമുണ്ട്. നോക്കൂ, ബ്രഹ്മചര്യാനന്തരമാണ് ഗൃഹസ്ഥാശ്രമവും വാനപ്രസ്ഥവും വെച്ചിരിക്കുന്നത്. അപ്പൊ ബ്രഹ്മചര്യത്തിൽ സംയമനം ശീലിച്ച ഒരാൾക്ക്, ബ്രഹ്മചര്യം സംയമനത്തിന്റെ കാലമാണ്. ഇന്ദ്രിയങ്ങളെല്ലാം സുശക്തമായിരിക്കുമ്പോഴും ഇന്ദ്രിയങ്ങളെല്ലാം നിറഞ്ഞ അനുഭവത്തിന് വേണ്ടി കാത്തിരിക്കുമ്പോഴും അതിനെ നിയന്ത്രിക്കാൻ ശീലിക്കുകയാണ് ഒരാൾ ബ്രഹ്മചര്യത്തിൽ ചെയ്യുന്നത്. ഗൃഹസ്ഥാശ്രമത്തിലോ ഇന്ദ്രിയങ്ങൾക്ക് അനുഭവിക്കാനുള്ള അവസരം കൊടുക്കുന്നു. അപ്പോ നിയന്ത്രണം ശീലിച്ച ഒരാളെ അനുഭവത്തിലേക്ക് വിട്ടാൽ, വേദം പഠിപ്പിച്ചിട്ടേ പണ്ട് ആയുധവിദ്യ പഠിപ്പിക്കൂ. കാരണം ആയുധത്തിന് കൊല്ലാനും ശക്തിയുണ്ട്, ആയുധത്തിന് സംരക്ഷിക്കാനും ശക്തിയുണ്ട്. അപ്പൊ ആയുധത്തിന്റെ വില അറിയണമെങ്കിൽ അതിനെ സംയമനം കൂടി ശീലിക്കണം. അതുകൊണ്ട് ജീവിതത്തിന്റെ വില അറിയണമെങ്കിൽ, ഗൃഹസ്ഥാശ്രമത്തിന്റെ വില അറിയണമെങ്കിൽ, ഗാർഹസ്ഥ്യത്തിന്റെ മഹത്വം അറിയണമെങ്കിൽ എന്താണ് സംയമനം എന്ന് ശീലിക്കണം. അപ്പൊ ബ്രഹ്മചര്യത്തിൽ സംയമനം ശീലിപ്പിച്ചു, ഗൃഹസ്ഥാശ്രമത്തിൽ അനുഭവങ്ങൾ ശീലിപ്പിച്ചു, വാനപ്രസ്ഥമായപ്പോഴേക്കും നേരത്തെ ശീലിച്ച സംയമനത്തിന്റെ അടുത്ത ഘട്ടം. അപ്പോ ത്യാഗം, ഭോഗം, ത്യാഗം, ആത്യന്തികമായ ത്യാഗത്തിലേക്ക്, ത്യാഗത്തിലൂടെ പഠിപ്പിച്ച് ഭോഗാനുഭവങ്ങളിലൂടെ കടന്നുപോയി തിരിച്ചു ത്യാഗം. ഈ പിപ്പലാദന്റെ പ്രശ്നം, പിപ്പലം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവന്റെ പ്രശ്നം, ജീവിതത്തിൽ അനുഭവങ്ങൾ മതിയാവില്ല എന്ന് തന്നെയാണ്. ഭോഗാനുഭവങ്ങൾ എത്രയൊക്കെ കയ്യിൽ കൊണ്ടുവന്നാലും എൻ്റെ ഇന്ദ്രിയങ്ങളെ ചുട്ടുപൊള്ളിക്കുന്ന ചൂടിൽ നിന്നും എനിക്ക് മതി എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ കണ്ണിനെ നിരന്തരം ത്രസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മൊബൈൽ ഫോണിന്റെ ഉപയോഗം കുട്ടികളെ ശീലിപ്പിക്കുമ്പോൾ, നിരന്തരം മനസ്സിനെ, നാവിനെ, രുചിയെ ത്രസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഭോഗാനുഭവങ്ങളെ ശീലിപ്പിക്കുമ്പോൾ പിപ്പലാദന്മാരും നമ്മുടെ ഉള്ളിലുണ്ട്. അന്നത്തിൽ, ആഹാരത്തിൽ, അനുഭവത്തിൽ, സ്വാതന്ത്ര്യത്തിൽ ഒക്കെ കൃത്യമായ ബോധമുള്ളവരും നമ്മുടെ ഉള്ളിലുണ്ട്, അതിനെ തുറന്നു വിടുന്നവരും നമ്മുടെ ഉള്ളിലുണ്ട്. പക്ഷേ ഭഗവാൻ പറയുന്നു, യോ അവിദ്യയായുക് സഹ നിത്യബദ്ധഃ. അവൻ നിത്യബദ്ധനാണ്, അവൻ നാവിന് ബദ്ധനാണ്, അവൻ കണ്ണിന് കീഴ്പ്പെട്ടിരിക്കുന്നു. നമ്മള് 24 ഗുരുക്കന്മാരിൽ കണ്ടു. നാവിനടിമയാണ്, കണ്ണിനടിമയാണ്, ത്വക്കിനടിമയാണ്, അന്നത്തിനടിമയാണ്, മധുരത്തിനടിമയാണ്. മധുരത്തിനടിമയായവനിൽ നിന്നുമാണ് പ്രകൃതി മധുരം കൃത്യമായി എടുത്തു മാറ്റുന്നത്. അതുകൊണ്ട് വിദ്യാമയോ യഃ സതു നിത്യമുക്തഃ, വിദ്യാമയനെ നിത്യമുക്തൻ എന്ന് അവതരിപ്പിച്ചിരിക്കുന്നു. അപ്പോ ജീവിതത്തിന്റെ ആൽപ്പഴങ്ങൾ നമ്മുടെ മുന്നിൽ കായ്ച്ച് പഴുത്ത് സ്വാദോടെ നിൽക്കുമ്പോഴും ഈ ആൽപ്പഴങ്ങളെ, ഈ പിപ്പല ഫലങ്ങളെ അറിഞ്ഞ്, നിയന്ത്രിച്ച്, ആസ്വദിച്ച് അനുഭവിക്കാനുള്ള മാനസിക ധൈര്യം ഉണ്ടാക്കിയെടുക്കലാണ്. അതുകൊണ്ടാണ് വിദ്യാമയന്റേതാണ് ബലം എന്ന് പറയുന്നത്. അപിപ്പലാദനിലാണ് ബലം ഇരിക്കുന്നത്. മുന്നിൽ എല്ലാ സൗഭാഗ്യങ്ങളും മുന്നിൽ കൊണ്ടുവച്ചാലും എനിക്ക് വേണ്ടത് ഞാൻ എടുക്കും എന്ന ആത്മബലത്തിന്റെ സിദ്ധാന്തമാണ് ഭാഗവതം മുക്തനിലൂടെ പഠിപ്പിക്കുന്നത്. മുക്തൻ ആത്മവീര്യമുള്ളവനാണ്, മുക്തൻ സ്ഥിതപ്രജ്ഞനാണ്, മുക്തൻ ആത്മവിശ്വാസമുള്ളവനാണ്. തന്റെ മുന്നിലിരിക്കുന്ന ഭോഗത്തെ എങ്ങനെ അനുഭവിക്കണമെന്നറിയാം. ഈ ഭോഗം തനിക്ക് വിനയായി തീരും മുൻപ് ത്യജിക്കാനും അറിയാം. അതുകൊണ്ട് തന്നെ ശരിയായി ഭുജിച്ചവന് ത്യജിക്കാനുള്ള ആത്മവിശ്വാസം ഉണ്ടാകും. നമ്മൾ കുട്ടികളെ ഭോഗം പഠിപ്പിക്കും. ഈ MDMA പോലുള്ള ലഹരി പദാർത്ഥങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം ഒരിക്കൽ രുചിച്ചാൽ പിന്നെ ആ രുചിയിൽ നിന്നും കുട്ടികൾക്ക് പിന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ളതാണ്. ഒരിക്കൽ രുചിച്ചാൽ മതി, ആ രുചി ഒരു ലഹരിയായി ജീവിതത്തിൽ വന്നുകൊണ്ടേയിരിക്കും.
ഇത്തരം ബാഹ്യലഹരിയിൽ നിന്നും നമ്മുടെ കുഞ്ഞുങ്ങളെ നിയന്ത്രിക്കണമെങ്കിൽ ഇന്ന് നമ്മുടെ നാട് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഭീഷണമായ ഈ വെല്ലുവിളിയിൽ നിന്നും നമ്മുടെ കുട്ടികളെ പിന്മാറ്റണമെങ്കിൽ ജീവിതത്തിൽ നിയന്ത്രണം ശീലിപ്പിക്കണം, ത്യാഗം ശീലിപ്പിക്കണം. ഭോഗത്തിനു മുൻപ്, ഭോഗാനുഭവങ്ങൾ കൊടുക്കുന്നതിനു മുൻപ് ത്യാഗം ശീലിപ്പിക്കണം. തേന ത്യക്തേന ഭുഞ്ജീഥ. ഇതാണ് മുക്തന്റെ വഴി. ഭാഗവതം നമ്മെ ഈ ഒരു വലിയ ആശയം പറഞ്ഞു തന്നുകൊണ്ട് ഈ മുക്താവസ്ഥയിലേക്ക് എങ്ങനെ എത്തിച്ചേരാം എന്ന് പറയുന്നു. അത് സത്സംഗത്തിലൂടെയും ഭക്തിയിലൂടെയും വിശ്വാസത്തിലൂടെയുമാണ്. അതുകൊണ്ട് തന്നെ നമുക്കിത് പറഞ്ഞു കൊടുക്കേണ്ടത് വളർന്നു വരുന്ന നമ്മുടെ കുഞ്ഞുങ്ങളോടാണ്. അവരെ ത്യാഗം ശീലിപ്പിച്ചുകൊണ്ട്, അവരെ ഭോഗാനുഭവങ്ങളുടെ വിശാലമായ ലോകത്തിലേക്ക് പറത്തിവിടുന്നതിനു മുൻപ് അവരുടെ ചിറകുകൾക്ക് നിയന്ത്രണത്തിന്റെ കരുത്തുണ്ടാകട്ടെ. അവരുടെ ചിറകുകൾക്ക് എന്തു വേണമെന്ന് തീരുമാനിക്കാനുള്ള കരുത്തുണ്ടാകട്ടെ. അവരുടെ ചിറകുകൾക്ക് അവനവനെ താങ്ങി നിർത്താനുള്ള കരുത്തുണ്ടാകട്ടെ എന്ന് മാത്രം ആഗ്രഹിക്കുന്നു. വീണ്ടും വീണ്ടും ഭാഗവതം ജീവിതമാണെന്നും ഭാഗവതം ആനന്ദത്തോടെ ജീവിക്കാനുള്ള കലയാണെന്നും ഒരു ഉറപ്പ് നമുക്കുണ്ടായാൽ അത് നമുക്ക് നമ്മുടെ ചുറ്റുപാടിലേക്കും പകർന്നു കൊടുക്കാൻ സാധിക്കും. എല്ലാ സജ്ജനങ്ങൾക്കും ഈ ഒരു ശ്രവണത്തിന്റെ ഭാഗമായ എല്ലാ ഗുരുക്കന്മാർക്കും ആദരവോടെ പ്രണാമങ്ങൾ. നമസ്കാരം.